So our next section is vector multiplication. അപ്പോൾ ഈ ഭാഗത്ത് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട് വെക്ടർ മൾട്ടിപ്ലിക്കേഷന് കേട്ടോ. നെയിംലി ആൻഡ് ദോസ് മെത്തേഡ്സ് ആർ ഫസ്റ്റ് മെത്തേഡ് ഈസ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സെക്കൻഡ് മെത്തേഡ് ഈസ് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇപ്പോൾ ഈ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ വേറെ വിളിക്കുന്ന പേരാണ് ഡോട്ട് പ്രൊഡക്റ്റ്, ഇതുപോലെ ഇയാളെ വിളിക്കുന്ന പേരാണ് ക്രോസ് പ്രൊഡക്റ്റ്. ഓക്കെ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്ന ആളാണ് ആര്? സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിലേക്ക് കിടക്കാം. സിമ്പിളാണ്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഡോട്ട് പ്രോഡക്റ്റ്. ഓക്കെ, ഇപ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനകത്ത് നമുക്ക് ഇവിടെ രണ്ട് ഇക്വേഷൻസ് തരും, ഇക്വേഷനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് വെക്ടേഴ്സ്, വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഓക്കെ, ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഇവിടെയുണ്ട്, വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഓക്കെ, ഈ രണ്ട് പേരുടെയും ഇടയിലുള്ള ആംഗിൾ ബിറ്റ്വീൻ ദം ഇസ് തീറ്റ ഡി. ഓക്കെ, നൗ എ ഡോട്ട് ബി അഥവാ സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് എ ആൻഡ് ബി, സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് എ ആൻഡ് ബി ഇതെങ്ങനെ വായിക്കുക? എ ഡോട്ട് ബി. അപ്പോൾ എ ഡോട്ട് ബി ഈസ് ഗിവൺ ആസ്, നമുക്ക് തരുന്ന ഇക്വേഷൻ ഈസ് മോഡ് എ ഇൻറ്റു മോഡ് ബി കോസ് തീറ്റ. മോഡ് എ മോഡ് ബി കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും എന്ത് ഡോട്ട് പ്രൊഡക്റ്റ്. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മോഡ് എ മോഡ് ബി കോസ് തീറ്റ. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുകയാണ് അല്ലേ, സ്കേലാർ പ്രൊഡക്റ്റ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണ് അല്ലേ. വി ആർ ഗെറ്റിംഗ് ദിസ് ഇക്വേഷൻ. ഇപ്പോൾ ഈ ഇക്വേഷനകത്ത് മോഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് അല്ലേ, സം നമ്പർ ആയിരിക്കും മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സോ ഹിയർ വി ആർ ഗെറ്റിംഗ് സം നമ്പർ ആൻഡ് മോഡ് ബി എന്ന് പറയുന്നതും ഒരു നമ്പർ തന്നെ. കാരണം എന്താ, ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് മോഡ് ബി അല്ലേ. അപ്പോൾ ഇവിടെയും ഒരു നമ്പറാണ് കിട്ടുക. ആൻഡ് കോസ് തീറ്റ ഓഫ് കോഴ്സ് എന്താണ്, ഒരു നമ്പറാണ് അല്ലേ. കോസ് തീറ്റയുടെ വാല്യൂ റേഞ്ചസ് ഫ്രം -1 to 1 അല്ലേ, -1 നും 1 നും ഇടയിലുള്ളൊരു വാല്യൂ ആണ്. സോ സം നമ്പർ ഇൻറ്റു എ നമ്പർ ഇൻറ്റു എ നമ്പർ അല്ലേ, നമുക്കിവിടെ കിട്ടുന്നത് ഒരു നമ്പർ തന്നെയാണ്, ഒരു നമ്പർ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത് അല്ലേ. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് എ സ്കേലാർ ക്വാണ്ടിറ്റി ഹിയർ. ഓക്കെ, ഇപ്പോൾ എ ഡോട്ട് ബി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു റിയൽ നമ്പറാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ എ ഡോട്ട് ബി എന്നുള്ള ഈ സ്കേലാർ പ്രൊഡക്റ്റിനെ നമ്മളെന്ത് വിളിക്കുക, ഡോട്ട് പ്രൊഡക്റ്റിനെ നമ്മളെന്ത് വിളിക്കുന്നത്? സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ആ ഒരു സെൻസിൽ എടുക്കരുത്, രണ്ട് വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെക്ടർ തന്നെയാണ് കിട്ടുക എന്ന് വിചാരിക്കരുത് കേട്ടോ. ഇപ്പോൾ ഈ കേസിനകത്ത് നോക്കിയാൽ രണ്ട് വെക്ടേഴ്സ് നമ്മൾ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ, ഒരു മൾട്ടിപ്ലിക്കേഷനാണ് ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ. ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ ഒരു നമ്പറാണ് കിട്ടുക, സ്കേലാർ നമ്പർ. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ടു ഫൈൻഡ് പ്രൊഡക്റ്റ്, സ്കേലാർ പ്രൊഡക്റ്റ് വെൻ രണ്ട് വെക്ടേഴ്സും അതിനിടയിലുള്ള ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക, എ ഡോട്ട് ബി. ഓക്കെ, ഇഫ് നിങ്ങൾക്ക് ഈ ആംഗിൾ തന്നിട്ടില്ല, മറിച്ച് നമുക്ക് വെക്റ്റർ കമ്പോണൻസ് ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് വെക്റ്റർ എ ഈസ് ഈക്വൽ ടു a1i b2j b1j c1k and vector b is equal to a2i b2j c2k. Okay, now you are supposed to find a dot b കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ ഈ കേസിനകത്ത് നമുക്ക് ആംഗിൾ തന്നിട്ടില്ല. ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ മോഡ് എ മോഡ് ബി കോസ് തീറ്റ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. സോ എ ഡോട്ട് ബി തന്നിട്ടുണ്ട് ആൻഡ് എ ഡോട്ട് ബി കണ്ടുപിടിക്കണം അല്ലേ, വേർ ആംഗിൾ ഈസ് നോട്ട് ഗിവൺ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ സ്കേലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ടേക്ക് കോഎഫിഷ്യൻസ് ഓഫ് ഐ, ജെ ആൻഡ് കെ. ഐയുടെ കോഎഫിഷ്യൻറ്റ് ഈസ് a1 a2 അല്ലേ, ജെയുടേത് b1 b2, കെയുടെ c1 c2. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. സോ ഐയുടെ കോഎഫിഷ്യൻറ്റ് ഈസ് a1 a2, അപ്പോൾ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഐ ഗോട്ട് a1 a2 അല്ലേ. പ്ലസ് അടുത്ത ആൾ b1 b2 പ്ലസ് അടുത്ത ആൾ c1 c2. ഓക്കെ, ഇത്ര ചെയ്താൽ മതി. a1 a2 രണ്ടും നമ്പേഴ്സാണ്.
ഇതും 2 നമ്പേഴ്സാണ് കിട്ടുക, ഇത് നമ്പേഴ്സാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഓൾ ടുഗെദർ പ്ലസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നമ്പർ തന്നെ കിട്ടുക. ഓക്കെ, ഇപ്പോൾ വെക്റ്റർ കമ്പോണൻസിലാണ് നമുക്ക് നമ്മുടെ വെക്റ്റർ തന്നിട്ടുള്ളത് എങ്കിൽ നമുക്ക് എന്ത് തന്നിട്ടില്ല? ആംഗിൾ തന്നിട്ടില്ല. തീറ്റ ഈസ് നോട്ട് ഗിവൺ, തീറ്റ തന്നിട്ടില്ല, ഗിവൺ അല്ല എങ്കിൽ അങ്ങനത്തെ കേസിൽ ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസ് അല്ലേ, കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. A1 A2 B1 B2 C1 C2 ഇതിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ, ഇത്ര ചെയ്യേണ്ടുള്ളൂ. എന്ത്? ഡോട്ട് പ്രൊഡക്റ്റിനകത്ത് കേട്ടോ. ഓക്കെ, ഇനി ഈ ഡോട്ട് പ്രൊഡക്റ്റിനകത്ത് കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാനുണ്ട്. ദാറ്റ് ഈസ് ഈ എ ഡോട്ട് ബി എന്ന് പറയുന്ന ആൾ അല്ലേ, വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി എന്ന് പറയുന്ന ആൾ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. എ ഡോട്ട് ബി ചെയ്ത് കഴിഞ്ഞാലും ബി ഡോട്ട് എ ചെയ്ത് കഴിഞ്ഞാലും വി ഗെറ്റ് ദി സെയിം ആൻസർ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഡോട്ട് പ്രൊഡക്റ്റ് ഈസ് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് അല്ലേ. എ പ്ലസ് ബി, എ സ്റ്റാർ ബി, ബി സ്റ്റാർ എ ആണെങ്കിൽ അത്തരം പ്രോപ്പർട്ടീസ് നമ്മൾ എന്ത് വിളിക്കും? കമ്മ്യൂട്ടേറ്റീവ് എന്ന് വിളിക്കും. ഓക്കെ, നൗ എ ഡോട്ട് ബി, ഈ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ആൾ ഈസ് ഓൾസോ വാട്ട്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ ഡോട്ട് ബി പ്ലസ് സി എന്ന രൂപത്തിലാണ്, എ ഡോട്ട് ബി പ്ലസ് സി എന്നുള്ള രൂപത്തിലാണെങ്കിൽ വി ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദിസ് ഡോട്ട് പ്രൊഡക്റ്റ് ടു ബിക്കും സിക്കും കൊടുക്കാം. ഹൗ? ഇങ്ങനെ എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി കേട്ടോ. സോ ഇറ്റ് ഒബേസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അപ്പോൾ എ ഡോട്ട് ബി എന്ന് പറയുന്ന ആൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നു, അതുപോലെ എന്ത് ഒബേ ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയും ഒബേ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ആയിരുന്നു നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഹൗ ടു ഫൈൻഡ് എ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 വെക്ടേഴ്സ് എ ഡോട്ട് ബി പറഞ്ഞു. ആംഗിൾ തീറ്റ പ്രൊവൈഡഡ് ആണെങ്കിൽ മോഡ് എ മോഡ് ബി കോസ് തീറ്റ ഇഫ് തീറ്റ ഈസ് പ്രൊവൈഡഡ്. ഓക്കെ, നൗ തീറ്റ തന്നിട്ടില്ല എങ്കിൽ ഹൗ? എങ്ങനെയായിരുന്നു? നമുക്കറിയാം A1 A2 B1 B2 C1 C2 ഇതായിരിക്കും എന്തിൻ്റെ? ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ. ഓക്കെ, വാട്ട് ഇഫ് 2 വെക്ടേഴ്സ്, വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി അല്ലേ, 2 പേർക്ക് ഇടയിലുള്ള ആംഗിൾ തീറ്റ 90 ആണ് എങ്കിൽ അല്ലേ, എന്താ വരിക? മോഡ് എ മോഡ് ബി കോസ് 90. വി നോ കോസ് 90യുടെ വാല്യൂ 0 ആണ്. സോ ദിസ് ഓൾ വാല്യൂ വിൽ ബിക്കം 0. ഓക്കെ, അപ്പോൾ എയും ബിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. എ ഡോട്ട് ബിയുടെ വാല്യൂ 0. ദാറ്റ് ഈസ് A1 A2 B1 B2 C1 C2 വിൽ ബി ഈക്വൽ ടു 0. ഇതും ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ തന്നെയല്ലേ. തീറ്റ ആംഗിൾ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക അല്ലേ. സോ എയും ബിയും 90 ഡിഗ്രി ആണ്. ഇപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, പ്രൂവ് ദേ ആർ പെർപെൻഡിക്കുലർ. എങ്ങനെ പ്രൂവ് ചെയ്യുക? A1 A2 B1 B2 C1 C2 0 കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്താൽ മതി. 0 കിട്ടുന്നതിൻ്റെ അർത്ഥം എന്താ? എ ഡോട്ട് ബിയുടെ വാല്യൂ 0. ദാറ്റ് ഈസ് തീറ്റ ഈസ് π/2 90. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമുക്ക് ആ ഡോട്ട് പ്രൊഡക്റ്റിനകത്ത് വരുന്ന ചെറിയ ടോപ്പിക്കാണ്. ഓക്കെ, അതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരാളാണ് പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ. വാട്ട് ഈസ് പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ? പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ ഓൺ അനദർ വെക്റ്റർ. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, എനിക്ക് ഇവിടെ ഒരു വെക്റ്റർ ഉണ്ട്, വെക്റ്റർ സി. ഓക്കെ, വെക്റ്റർ ബി ആൻഡ് ഇവിടെ വേറൊരു വെക്റ്റർ ഉണ്ട് കേട്ടോ, വെക്റ്റർ എ. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾ, ഇപ്പോൾ മുകളിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ വെക്റ്റർ എ എന്ന് പറയുന്ന ആളെ അല്ലേ ഈ ബിയുടെ മുകളിൽ കിടക്കുന്ന ഒരാളായിട്ടായിരിക്കും നമുക്ക് തോന്നുക അല്ലേ. ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ വെക്റ്റർ എ, വി ക്യാൻ ഫൈൻഡ് വെക്റ്റർ എ ലൈയിങ് ഓൺ വെക്റ്റർ ബി ആസ് ദിസ് അല്ലേ. മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ വെക്റ്റർ എ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന എങ്ങോട്ടായിട്ട് തോന്നും? ഞാൻ ഇവിടെ റെഡിഷ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് അല്ലേ, ഈ ലൈൻ പോലെ കിടക്കുന്നത് പോലെ ആയിരിക്കും നമുക്ക് തോന്നാം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് നത്തിങ് ബട്ട് പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ ബി. ഓക്കെ, ഇപ്പോൾ നോക്കുന്ന സമയത്ത്
വെക്റ്റർ എയെ നമുക്ക് എങ്ങനെ കാണുന്നത്? ഈ വെക്റ്റർ ബിയുടെ മുകളിൽ കിടക്കുന്ന ഈ രൂപത്തിലായിരിക്കും കാണുന്നത് അല്ലേ? ഇത് എത്രേൻ്റെ ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാൾ ചെറിയൊരു ലെങ്ത് ആയിട്ട് തോന്നാം. യെസ്. അപ്പോൾ ഈ വെക്റ്റർ എയെ വെക്റ്റർ ബിയുടെ മുകളിൽ പ്രൊജക്റ്റ് ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുക അല്ലേ? സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദിസ്, ഈ ഒരു വെക്ടറിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് എന്ത്? പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ ബി ഈസ് ഗിവൺ ബൈ വെക്റ്റർ എ ഡോട്ട് ബി ക്യാപ്. ഓക്കെ, പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ഈസ് ഗിവൺ ബൈ വെക്റ്റർ എ ഡോട്ട് ഏതാണോ വെക്ടറിലേക്ക് കിടക്കുന്നത് അതിൻ്റെ യൂണിറ്റ് വെക്ടർ ബി ക്യാപ്. ഓക്കെ, കൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വെക്ടർ നമുക്ക് തരും. വി ഹാവ് ടു ഫൈൻഡ് എ വെക്ടർ ഇൻ ദി സെയിം ഡയറക്ഷൻ വിത്ത് മാഗ്നിറ്റ്യൂഡ് 8 യൂണിറ്റ്സ്. നിങ്ങളെന്താ ചെയ്തത്? ഫസ്റ്റ് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കും, ദെൻ വി മൾട്ടിപ്ലൈ 8 വിത്ത് യൂണിറ്റ് വെക്ടർ അല്ലേ? അതേ കൺസെപ്റ്റ് തന്നെ. ഇവിടെ ഈ ഒരു വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? ഞാൻ ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ എടുത്തു, ബി ക്യാപ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഈ വെക്ടറിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ എ ഓൺ ബി ഈസ് ഗിവൺ ബൈ വെക്റ്റർ എ ഡോട്ട് ബി അല്ലേ? ഇനിയിപ്പോൾ പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ പി ഓൺ ക്യൂ, സെയിം ഇക്വേഷൻ, ആൾക്കാരെ മാറ്റാം, പി ഡോട്ട് ക്യൂ ക്യാപ്. ഓക്കെ, എങ്ങനെ ഈ ക്യൂ ക്യാപ് കണ്ടുപിടിക്കുക? വെക്റ്റർ ക്യൂ ബൈ മോഡുലസ് ഓഫ് ക്യൂ. ഓക്കെ, ഫൈൻ. യെസ്. സോ നമ്മുടെ ഇനി അടുത്ത എക്സസൈസ് 7.3 അല്ലേ? 7.3 വിൽ ഡീൽ അബൌട്ട് ദിസ്. ഏത്? സ്കെയിലാർ പ്രൊഡക്റ്റിനെയും അതുപോലെ തന്നെ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ഒക്കെ ആയിരിക്കും എന്ത് ഈ എക്സസൈസ്, അടുത്ത എക്സസൈസ് ഡീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത എക്സസൈസിലേക്ക് കടക്കാം. എക്സസൈസ് 10.3 എക്സസൈസ് 10.3. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എ ആൻഡ് ബി. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എ ആൻഡ് ബി വിത്ത് മാഗ്നിറ്റ്യൂഡ്സ് √3 and 2 respectively, having a dot b equal to √6. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഡാറ്റാസൊക്കെ ഡയറക്റ്റ്ലി ഗിവൺ ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദി വെക്ടേഴ്സ് എ ആൻഡ് ബി. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, എയും ബിയും. ഓക്കെ, അപ്പോൾ വി ആർ സപ്പോസ് ടു ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം. ഈ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് മോഡ് എ തന്നിട്ടുണ്ട്, മോഡ് ബി തന്നിട്ടുണ്ട്, എ ഡോട്ട് ബി തന്നിട്ടുണ്ട് അല്ലേ? എ ഡോട്ട് ബിയുടെ ഇക്വേഷൻ എന്താ? എ ഡോട്ട് ബി ഇക്വേഷൻ വെൻ തീറ്റ ഈസ് പ്രൊവൈഡഡ് മോഡ് എ മോഡ് ബി കോസ് തീറ്റ. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം. കോസ് തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സോ കോസ് തീറ്റ അവിടെ വെച്ച് ബാക്കി എല്ലാത്തിനും ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ മോഡ് എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു മോഡ് എ ബൈ മോഡ് ബി ഇസ് ഈക്വൽ ടു കോസ് തീറ്റ അല്ലേ? ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. വാട്ട് ഈസ് എ ഡോട്ട് ബി? എ ഡോട്ട് ബി എനിക്ക് തന്നിട്ടുണ്ട് ഡയറക്ട്ലി. എത്രയാണ്? √6. മോഡ് എ മോഡ് ബി, മോഡ് എ ഇസ് √3, മോഡ് ബി ഇസ് 2 അല്ലേ? √3 × 2. ഓക്കെ, ഇതിന് വേണമെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം അല്ലേ? √6ന് വേണമെങ്കിൽ എനിക്ക് √3 × √2 എന്ന് മാറ്റി എഴുതാം. താഴെ √3 √2 എന്ന് എഴുതാം അല്ലേ? ഈ √3 ക്യാൻസൽ ചെയ്യാം, √2 ക്യാൻസൽ ചെയ്ത് താഴെ √2 വരും. സോ ഐ ഗോട്ട് 1/√2 ഈസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് കിട്ടി അല്ലേ? ഇപ്പോൾ കോസ് എത്ര ഡിഗ്രി കൊടുത്താലാണ് വി ഗോട്ട് 1/√2? എത്ര ഡിഗ്രി കൊടുത്താലാണ് നമുക്ക് 1/√2 കിട്ടുക? യെസ്, വി നോ ദാറ്റ് കോസ് π/4 അല്ലേ? കോസ് 45, കോസ് π/4 ആണ് എന്ത്? 1/√2. സോ വി ഗോട്ട് ദി ആൻസർ തീറ്റ, ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി, തീറ്റ എസ് π/4. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കാൻ മാത്രം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി വെക്ടേഴ്സ് I - 2j + 3k and 3i - 2j + k. ഓക്കെ, ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. രണ്ട് വെക്ടേഴ്സ് ആൻഡ് they are in component form അല്ലേ? വെക്ടർ A is equal to
I minus 2j plus 3k, I minus 2j plus 3k. And next one, vector b is equal to 3i minus 2j, 3i minus 2j plus k. രണ്ട് വെക്ടേഴ്സ് കേട്ടോ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം. രണ്ട് പേർക്കും ഇടയിലുള്ള ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ദിസ് ഇസ് എ ബി. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മോഡ് എ മോഡ് ബി കോസ് തീറ്റ. ഇപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി. ഓക്കെ, നമുക്ക് ഓരോ ആൾക്കാരായിട്ട് കണ്ടുപിടിക്കാം അല്ലേ. വാട്ട് ഈസ് എ ഡോട്ട് ബി? എ ഡോട്ട് ബി ക്രോസ് പ്രൊഡക്റ്റ്. നമുക്ക് ആംഗിൾ ഇല്ല, ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെ കാണും? ദാറ്റ് ഈസ് ഐ മൈനസ് 2j പ്ലസ് 3k ഡോട്ട് 3i മൈനസ് 2j പ്ലസ് k. എങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക? ഞാൻ പറഞ്ഞു ഐയുടെയും ജെയുടെയും കെയുടെയും കോയിഫിഷ്യൻറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക അല്ലേ. ഇവിടെ ഐയുടെ കോഷ്യൻ്റ് ഇസ് 1, ഇവിടെ ഈസ് 3. സോ 1 into 3 is 3. ഇവിടെ ഇറ്റ് ഈസ് -2 ആൻഡ് ഹിയർ ഈസ് ഓൾസോ -2. -2 into -2 is 4 അല്ലേ. ആൻഡ് കെ ഹിയർ ഇറ്റ് ഈസ് 3, ഹിയർ ഇസ് 1. 3 into 1 is 3. ഇപ്പോൾ 3 + 4 7 + 3 10. എത്ര കിട്ടി? എ ഡോട്ട് ബി 10 കിട്ടി. ഓക്കെ, വാട്ട് അബൌട്ട് മോഡ് എ? മോഡുലസ് ഓഫ് എ എങ്ങനെ കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് അല്ലേ. ഐയുടെയും ജെയുടെയും കോയിഫിഷ്യൻസുകൾ, ഐ ജെ കെ കോയിഫിഷ്യൻസുകൾ യെസ് സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക അല്ലേ. ഐയുടെ കോയിഫിഷ്യൻ്റ് ഇസ് 1, 1 സ്ക്വയർ ഇസ് 1. ഹിയർ ജെയുടെ -2 ആണ്, -2 സ്ക്വയർ ഇസ് 4. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 3, 3 സ്ക്വയർ ഇസ് 9. ഇപ്പം എത്ര കിട്ടി? റൂട്ട് 14. വാട്ട് അബൌട്ട് മോഡുലസ് ഓഫ് ബി? യെസ്, 3 എന്ത് വരും? 9. -2 can be written as 4. 1 into the again 1. I got root 14 itself. Okay, so നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. cos theta is equal to a dot b. a dot b is 10 അല്ലേ by mod a into mod b. mod a is root 14, mod b is root 14. root 14 is 14 അല്ലേ. ഒന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ I got 5/7. So theta is equal to cos inverse 5/7. cos inverse 5/7. Okay, so നമുക്ക് ആംഗിൾ കിട്ടി. theta is equal to cos inverse 5/7. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമുക്ക് എന്താ അറിഞ്ഞിരിക്കേണ്ടത്? ഈ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു മോഡ് എ മോഡ് ബി കോസ് തീറ്റ. ഈ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ബാക്കിയെല്ലാം എന്താണ്? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, സോ വി വിൽ മൂവ് ടു അവർ തേർഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ അഗൈൻ നിങ്ങൾ ഈ പ്രോബ്ലം സെഷൻ വരുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വെക്കണം. കാരണം ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, ക്വസ്റ്റ്യൻ ഐ എം ജസ്റ്റ് ഡെലിവറിങ് ഇറ്റ്. അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കരുതുക. ഓക്കെ, third one, find the projection of the vector I minus j on vector I plus j. ഓക്കെ, ഇപ്പം എന്താ ചെയ്യേണ്ടത്? നമുക്ക് രണ്ട് വെക്ടർ തന്നിട്ടുണ്ട്. ഒരു വെക്ടർ എ ഐ മൈനസ് ജെ ആൻഡ് വെക്ടർ ബി ഐ പ്ലസ് ജെ അല്ലേ. എന്താ ഫിഗർ വരിക? നേരത്തെ നമ്മൾ പ്രൊജക്ഷൻ്റെ കേസിനകത്ത് ഫിഗർ പറഞ്ഞിരുന്നു. ദിസ് ഈസ് വെക്ടർ ബി ആൻഡ് ദിസ് ഈസ് വെക്ടർ എ അല്ലേ. അപ്പോൾ നമ്മൾ പ്രൊജക്ഷൻ നോക്കുന്ന സമയത്ത് വി വിൽ ഫൈൻഡ് വെക്ടർ എ ലയിങ് ഓൺ വെക്ടർ ബി. ഈ രൂപത്തിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. സോ ഈ ഒരു റെഡിഷ് ലൈനിൽ കാണിച്ചിരിക്കുന്ന ഇതിൻ്റെ പ്രൊജക്ഷൻ അല്ലേ. ഈ വെക്ടറിനെ കണ്ടുപിടിക്കാൻ എന്തായിരുന്നു ഇക്വേഷൻ? വെക്ടർ എ ഡോട്ട് ബി ക്യാപ്. വെക്ടർ എ ഡോട്ട് ബി ക്യാപ് അല്ലേ. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ ബി അല്ലേ. എന്താ ഇക്വേഷൻ? വെക്ടർ എ ഡോട്ട് ബി ക്യാപ്. ദാറ്റ് ഈസ് വെക്ടർ എ ഡോട്ട് ബി ക്യാപിൻ്റെ ഇക്വേഷൻ എന്താ അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടി? എ
dot b by mod b. Okay, a dot b by mod b. Okay, we can find a dot b അല്ലേ? എന്താ a dot b വരിക? a dot b എന്താ വരിക? What is a? a is I minus j dot b ഏതാണ്? I plus j. ഓക്കെ, ഇത് ഡോട്ട് പ്രൊഡക്റ്റ് ആണെന്ന് എന്ത് വരും? യെസ്, കറസ്പോണ്ടിങ് ഐയുടെയും ജെയുടെയും കോഎഫിഷ്യൻസുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക അല്ലേ? ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്. 1 into 1 is 1 itself. ഓക്കെ, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് minus j minus 1 അല്ലേ? ഐ ഗോട്ട് a dot b എന്ത് കിട്ടി? a dot b I got it as 0. a dot b I got it as 0. ഓക്കെ, സോ a dot bയുടെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ 0 ബൈ സം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താ? 0 തന്നെയാണ്. 0 ബൈ സം ക്വാണ്ടിറ്റി എന്താണ്? 0 തന്നെയാണ് അല്ലേ? സോ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ഈസ് 0. ദാറ്റ് മീൻസ് ആ വെക്ടറിനെ ഈ വെക്ടറിൻ്റെ മുകളിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻസർ കിട്ടിയോ? പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറയുന്നത് നമുക്ക് ചെയ്തപ്പോൾ എന്താ വാല്യൂ കിട്ടിയത്? 0 എന്നാണ്. സോ ദാറ്റ് മീൻസ് ദിസ് വെക്ടർ എ കനോട്ട് ബി പ്രൊജക്റ്റഡ് ഓൺ ദിസ് വെക്ടർ ബി. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ഫൈൻ. ഇപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു ഇക്വേഷനാണ് കേട്ടോ. എ ഡോട്ട് ബി ക്യാപ്പിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? വെക്ടർ ബി ബൈ മോഡുലസ് ഓഫ് ബി എന്ന് മാറ്റി എഴുതാം. ഓക്കെ, ഗുഡ്. സോ ഈ പ്രൊജക്ഷനിൽ തന്നെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 4, ഐ തിങ്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 സെയിം ക്വസ്റ്റ്യൻ, പ്രൊജക്ഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. Find projection of the vector I plus 3j plus 7k. I plus 3j plus 7k on 7i minus j plus 8k. I plus 3j plus 7k on 7i മൈനസ് ജെ പ്ലസ് 8k. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൊജക്ഷൻ കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക. വി ആർ ഗിവൺ ടു വെക്ടേഴ്സ്, വെക്ടർ എ ആൻഡ് വെക്ടർ ബി അല്ലേ? അങ്ങനെ പേര് കൊടുക്കുക. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി അല്ലേ? എന്താ ഇക്വേഷൻ? എ ഡോട്ട് ബി ക്യാപ് അല്ലേ? എ ഡോട്ട് ബി ബൈ മോഡ് ബി. ഓക്കെ അല്ലേ? എന്താ ഈ ബി ക്യാപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? വെക്ടർ ബി ബൈ മോഡ് ബി. അതാണ് ഞാൻ ഇവിടെ മാറ്റി എഴുതി കേട്ടോ. സോ ഇക്വേഷൻ ഈസ് എ ഡോട്ട് ബി ബൈ മോഡ് ബി. സോ വാട്ട് ഈസ് എ ഡോട്ട് ബി? എ ഡോട്ട് ബി എങ്ങനെ കണ്ടുപിടിക്കുക? എ ഡോട്ട് ബി എങ്ങനെ കണ്ടുപിടിക്കുക? കറസ്പോണ്ടിങ് ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഇവിടെ കോഎഫിഷ്യൻറ്റ് ഈസ് 1, ഇവിടെ ഈസ് 7. 1 into 7 is 7. ഇവിടെ കോഎഫിഷ്യൻറ്റ് ഈസ് 3, ഇവിടെ ഈസ് -1 -3 അല്ലേ? ഇവിടെ 7 ആൻഡ് ഹിയർ ഈസ് 8. സോ വി ഗെറ്റ് as 56. വാട്ട് ഈസ് മോഡുലസ് ഓഫ് ബി? ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ത് വരും? റൂട്ട് ഓഫ് അല്ലേ? 49. 7ൻ്റെ സ്ക്വയർ 49 ആണ്. -1ൻ്റെ സ്ക്വയർ 1, 8ൻ്റെ സ്ക്വയർ 64. സോ വി ഗെറ്റ് ദി ആൻസർ ആസ് 7 minus 3 is 4 അല്ലേ? 4 plus 56 is എത്ര വരും? 60. 60 by root 50 root 114. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി എന്ത്? പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ ബി അത് എത്രയാണ് കിട്ടി? 60 by root 114. അതായത് ദിസ് ഈസ് വെക്ടർ എ, ദിസ് ഈസ് വെക്ടർ ബി അല്ലേ? ഇത് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗോട്ട്, നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? വെക്ടർ എ ഈസ് ലൈങ് ഹിയർ, വെക്ടർ ബി അല്ലേ? അപ്പോൾ ഈ ഒരു ലെങ്ത് ആണെന്ത്? ഈ ഒരു പ്രൊജക്ഷനാണെന്ത്? 60 by 114 root 114. ഓക്കെ, അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയത് 0 ആയിരുന്നു നേരത്തെ ക്വസ്റ്റിനകത്ത്. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ്? നമുക്ക് ആ വെക്ടർ മറ്റേ വെക്ടറിൻ്റെ മുകളിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രൊജക്ഷൻ കിട്ടില്ല. ഓക്കെ, സോ ദിസ് ഈസ് ക്ലിയർ. ഐ തിങ്ക് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ഇക്വേഷൻ പഠിക്കുക. എ ഡോട്ട് ബി ക്യാപ്പ് അല്ലേ? ബി ക്യാപ്പ് എന്ന് പറയുന്നത് വെക്ടർ ബി ബൈ മോഡ് ബി. ദറ്റ് ഈസ് എ ഡോട്ട് ബി ബൈ മോഡ് ബി കേട്ടോ. ഓക്കെ, സോ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് എളുപ്പമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Show that each of the given vectors
each of the given vectors is a unit vector. 1 by 7 2i plus 3j plus 6k. And അടുത്ത വെക്ടർ 1 by 7 3i minus 6j plus 2k. And last one 1 by 7 6i plus 2j minus 3k. Okay, show that each of the given vectors, each of the given three vectors are unit vectors, and also show that they are mutually perpendicular to each other, and also show that they are mutually perpendicular to each other. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ രണ്ട് സെക്ഷനാണ്. ഫസ്റ്റ് സെക്ഷൻ ഈസ് ടു ഷോ ദാറ്റ് ദീസ് ത്രീ വെക്ടേഴ്സ് പേര് കൊടുക്കുകയാണേ. വെക്ടർ എ, വെക്ടർ ബി ആൻഡ് വെക്ടർ സി. ഈ മൂന്ന് വെക്ടേഴ്സും യൂണിറ്റ് വെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. യൂണിറ്റ് വെക്ടറിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? യൂണിറ്റ് വെക്ടേഴ്സ് ആർ വെക്ടേഴ്സ് ഹാവിങ് മാഗ്നിറ്റ്യൂഡ് 1. മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ട് വരുന്ന വെക്ടേഴ്സിനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ 1/7 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് 2/7i 3/7j 6/7k. ദിസ് ഈസ് വെക്ടർ എ അല്ലേ. എന്താ വരിക? മോഡുലസ് ഓഫ് വെക്ടർ എ എന്ത് വരും? മോഡുലസ് ഓഫ് വെക്ടർ എ. ഹൗ ക്യാൻ യു ഫൈൻഡ് മോഡുലസ് ഓഫ് വെക്ടർ എ അല്ലേ? മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? യു ഹാവ് ടു ഫൈൻഡ് സ്ക്വയർ എടുക്കുക അല്ലേ. 2/7ൻ്റെ സ്ക്വയർ എന്ത് വരും? 4/49 പ്ലസ് 3/7ൻ്റെത് യു ഗെറ്റ് 9/49 പ്ലസ് 6/7ൻ്റെത് 36/49. ഇപ്പോൾ റൂട്ടിനകത്തുള്ള എല്ലാ ഫ്രാക്ഷൻസിലെയും ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 49 ആണ് അല്ലേ. സോ വി ടേക്ക് 49 ആസ് കോമൺ. ന്യൂമറേറ്ററിൽ 4 + 9 + 36 13 36. വി ഗെറ്റ് √49/49 വിച്ച് ഈസ് 1 അല്ലേ. അപ്പോൾ മോഡ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ നമുക്ക് 1 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്ന വെക്റ്റർ ഈസ് ആൻ യൂണിറ്റ് വെക്റ്റർ. ഇതെന്താണ്? യൂണിറ്റ് വെക്റ്റർ ഈസ് എ യൂണിറ്റ് വെക്റ്റർ. എ ഈസ് എ യൂണിറ്റ് വെക്റ്റർ. സോ ഹൗ അബൌട്ട് ദിസ് വെക്റ്റർ ബി അല്ലേ. വെക്റ്റർ ബി 1/7 ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ ഗെറ്റ് 3/7i minus 6/7j again plus 2/7k. Okay, what about magnitude of b? Magnitude of b എന്ത് വരും? റൂട്ട് ഓഫ് അല്ലേ. വാട്ട് ഈസ് 3/7ൻ്റെ സ്ക്വയർ എന്താ? 3/7ൻ്റെ സ്ക്വയർ വി ഗോട്ട് as 9/49 മൈനസ് 6/7ൻ്റെത് ഗോട്ട് 36/49 അഗെയിൻ 2/7ൻ്റെത് എന്താണ്? 4/49 വിച്ച് ഈസ് 1. അഗെയിൻ 1 കിട്ടിയില്ലേ. സോ ബിയും എന്ത് തന്നെയാണ്? ബി ഈസ് ഓൾസോ ആൻഡ് യൂണിറ്റ് വെക്ടർ. ബിയും എന്താണ്? യൂണിറ്റ് വെക്ടർ അല്ലേ. നാ ഫൈനലി സി ചെക്ക് ചെയ്യുക. 1/7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ ഗോട്ട് 6/7i 2/7j ആൻഡ് മൈനസ് 3/7k. ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഹിയർ ഇതിൻ്റെയൊക്കെ കോഎഫിഷ്യൻസ് സെയിം ആണ് അല്ലേ. ഞാൻ പറഞ്ഞ കോഎഫിഷ്യൻ്റ് സെയിമുകളാണെങ്കിൽ ഐ ജെ കെയുടെ കോഎഫിഷ്യൻറ്റുകൾ സെയിം ആണ് എങ്കിൽ ദേ വിൽ ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ് അല്ലേ. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. സോ ഇവിടെയും മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1. ഇപ്പോൾ ഇവിടെയും എന്ത് തന്നെയാണ്? യൂണിറ്റ് വെക്ടർ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പോർഷൻ നമ്മൾ ക്ലിയർ ചെയ്തു. ഫസ്റ്റ് പോർഷൻ എന്തായിരുന്നു? വി ഹാവ് ടു ഷോ ദാറ്റ് ദീസ് വെക്ടേഴ്സ് എ ബി ആൻഡ് സി ആർ യൂണിറ്റ് വെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. എല്ലാത്തിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഞാൻ കണ്ടുപിടിച്ചു. രണ്ടെണ്ണത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. മൂന്നാമത്തിൻ്റെ ഒബ്വിയസ്ലി എന്ത് തന്നെയായിരിക്കും? യൂണിറ്റ് വെക്ടർ തന്നെയായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ചെയ്ത് നോക്കാം. നൗ ദ സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു? വി ഹാവ് ടു ചെക്ക് വെദർ ദാറ്റ് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. മ്യൂച്വലി പെർപെൻഡിക്കുലറിൻ്റെ അർത്ഥം എന്താ? പരസ്പരം 90 ഡിഗ്രി അല്ലേ. ദാറ്റ് ഈസ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ഇവർ തമ്മിലുള്ള ആംഗിൾ ഈസ് 90 ഡിഗ്രി ആൻഡ് ഓൾസോ വെക്റ്റർ സി. ഓക്കെ, ജസ്റ്റ് ലൈക്ക് XYZ ആക്സിസ് അല്ലേ. XYZ ആക്സിസ് ബേസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലേ. ഓക്കെ, ഇപ്പോൾ എയുടെയും ബിയുടെയും ആംഗിൾ 90, ബിയും സിക്കും ഇടയിലുള്ള ആംഗിൾ 90, എയുടെയും സിയുടെയും ഇടയിലുള്ള ആംഗിൾ 90. ഓക്കെ, ഇപ്പോൾ വൺ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? എ ഡോട്ട് ബി ഈസ് 0 ഇഫ് തീറ്റ ഈസ് 90 ഡിഗ്രി അല്ലേ. എ ഡോട്ട് ബി ഈസ് 0 ഇഫ് തീറ്റ ഈസ് 90 ഡിഗ്രി. ദാറ്റ് ഈസ് A1 A2
plus b1 b2 c1 c2 is 0. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ നോക്കാം. ഞാൻ എ ഡോട്ട് ബി ചെയ്ത് നോക്കുകയാണ് കേട്ടോ. വാട്ട് ഈസ് എ ഡോട്ട് ബി? ദിസ് ഈസ് വെക്ടർ എ ആൻഡ് ദിസ് ഈസ് വെക്ടർ ബി. രണ്ടിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ? എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ഐ ജെ കെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. സോ വി ഗെറ്റ് ഹിയർ 2/7 ഇൻറ്റു 3/7 അല്ലേ? പ്ലസ് അടുത്ത ആരാ? 3/7 ഇൻറ്റു -6/7 അല്ലേ? ആൻഡ് ലാസ്റ്റ് ടേം യെസ് 6/7 ഇൻറ്റു 2/7. ഹിയർ വാട്ട് വി ഗെറ്റ്? 6/49. ഇവിടെ 3 ഇൻറ്റു -6 ഈസ് -18/49 പ്ലസ് ഇവിടെ എത്ര വരും? 12/49 അല്ലേ? ഓക്കെ, യെസ്. നമുക്ക് സെയിം 49 തന്നെയാണോ കിട്ടുന്നത്? 0 കിട്ടുന്നുണ്ടോ നോക്കാം. ഇവിടെ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ 49 ആണ്. ഐ ക്യാൻ റൈറ്റ് ഇസ് 49 അല്ലേ? ഇനി ന്യൂമറേറ്റർ ആരൊക്കെ? 6 -18 + 12 അല്ലേ? വാട്ട് ഈസ് 6 - 18 -12 ആണ് അല്ലേ? -12 + 12 എന്ത് വരും? വിച്ച് ഇസ് 0. ന്യൂമറേറ്റർ 0 ഇല്ലേ? ന്യൂമറേറ്റർ 0 എന്ന് പറഞ്ഞാൽ ദ ആൻസർ ഇസ് 0. സോ എ ഡോട്ട് ബി ചെയ്തപ്പോൾ ഐ ഗോട്ട് 0. അതിനർത്ഥം എന്താ? ഡോട്ട് പ്രൊഡക്റ്റ് എയുടെയും ബിയുടെയും ഡോട്ട് പ്രൊഡക്റ്റ് 0 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എ ആൻഡ് ബി ഇവർക്ക് രണ്ടുപേരുമുള്ള ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പോൾ ജസ്റ്റ് സിമിലർലി അതുപോലെ തന്നെ നമുക്ക് അടുത്തത് ചെയ്യാം. ബി ഡോട്ട് സി ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ബി ഡോട്ട് സി? ബി ഡോട്ട് സി കേട്ടോ. ഇപ്പോൾ ഇതാണ് ബി, ഇതാണ് സി. ബി ഡോട്ട് സി എങ്ങനെ കണ്ടുപിടിക്കുക? കറസ്പോണ്ടിങ് ഐ ജെ കെ ടേംസിൻ്റെ ഐ ജെ കെ കോഎഫിഷ്യൻറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് 3/7 ഇൻറ്റു 6/7 പ്ലസ് അടുത്ത ആരാ ഇവിടെ? ഇവിടെ -6/7, ഇവിടെ 2/7 അല്ലേ? -6/7 ഇൻറ്റു 2/7 പ്ലസ് അടുത്തത് 2/7 ഇൻറ്റു -3/7. ഓക്കെ, ഇപ്പം എന്ത് കിട്ടി? 18/49. ഇവിടെ -12/49. ഇവിടെ -6/49. എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ് 49. 18 - 12 6, 6 - 6 എത്ര കിട്ടും? 0. 0/49 ഈസ് അഗൈൻ 0. ഗോട്ട് ഇറ്റ്? ഇപ്പോൾ ബി ഡോട്ട് സി, ബിയുടെയും സിയുടെയും ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 0. ദാറ്റ് മീൻസ് ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി ഈസ് 90 ഡിഗ്രി. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഒരാളും കൂടി ചെക്ക് ചെയ്താൽ മതി. ആരെ? എ ആൻഡ് സി. എ ആൻഡ് സിയും ഇതുപോലെ 0 കിട്ടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എന്താണ്? ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലേ? ഇപ്പോൾ എ ഡോട്ട് സി ചെയ്യാണ് കേട്ടോ. എ ഡോട്ട് സി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. യെസ്, എയുടെ കോഎഫിഷ്യൻറ്റുകൾ 2/7 ഇൻറ്റു 6/7 പ്ലസ് 3/7 ഇൻറ്റു 2/7 പ്ലസ് 6/7 ഇൻറ്റു -3/7 അല്ലേ? ഹിയർ 12/49 6/49 -18/49. ഓക്കെ, ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ് 49 റൈറ്റ്. 12 + 6 18, 18 - 18 0 അഗൈൻ 0 അല്ലേ? ദാറ്റ് മീൻസ് എയുടെയും സിയുടെയും ഇടയിലുള്ള ആംഗിൾ ഈസ് ഓൾസോ 90 ഡിഗ്രി. ദാറ്റ് മീൻസ് എ ബി ആൻഡ് സി ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഫസ്റ്റ് പോർഷനകത്ത് നമ്മളിതൊക്കെ യൂണിറ്റ് വെക്ടറാണെന്ന് പ്രൂവ് ചെയ്തു അല്ലേ? ഇനി ഇവർ തമ്മിലുള്ള ആംഗിൾ പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ എ ഡോട്ട് ബിയുടെ വാല്യൂ അല്ലേ? എ ഡോട്ട് ബിയുടെ വാല്യൂ എന്ത് ചെയ്യും? ഡോട്ട് പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ചെയ്യുമ്പോഴുള്ള വാല്യൂ ഇസ് 0. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. രണ്ട് വെക്ടേഴ്സ് ഇഫ് ദേ ആർ പെർപെൻഡിക്കുലർ their dot product a dot b is equal to 0. a dot b is equal to 0. Okay, that is a1 a2 b1 b2 c1 c2 which is equal to 0. Okay, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Next question is find a and b. Find yes, find modulus of a and modulus of b if a plus b dot a minus b is equal to 8. A plus b dot a minus b is equal to 8 and mod a is equal to
8 times mod b. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദിസ് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് mod a ആൻഡ് mod b if a dot b a plus b dot a minus b is equal to 8 and mod a is equal to 8 times mod b. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ശ്രദ്ധിക്കാം. എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി നമുക്ക് എത്ര കിട്ടി? 8 എന്ന് കിട്ടി അല്ലേ? ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഐ ക്യാൻ റൈറ്റ് എ ഡോട്ട് എ പ്ലസ് അല്ലേ, സോറി എ ഡോട്ട് എ മൈനസ് എ ഡോട്ട് ബി അല്ലേ, ഹിയർ അഗെയിൻ പ്ലസ് ബി ഡോട്ട് എ അല്ലേ മൈനസ് ബി ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 8. ഓക്കെ ഫൈൻ. ഇപ്പോൾ ശ്രദ്ധിക്കാം. അഗെയിൻ എ ഡോട്ട് ബി എന്ന പ്രൊഡക്റ്റ് അല്ലേ, എ ഡോട്ട് ബി എന്ന് പറയുന്ന സംഭവം, യെസ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ. സോ വി ക്യാൻ ക്യാൻസൽ ഔട്ട് ദിസ് അല്ലേ. എ ഡോട്ട് ബി ബി ഡോട്ട് എ ക്യാൻസൽ ചെയ്യാം അല്ലേ. എ ഡോട്ട് ബിയും ബി ഡോട്ട് ബിയും ഈക്വൽ ആണെങ്കിൽ ഇവിടെ ഒന്ന് മൈനസ് ഒന്നും പ്ലസ് ടു അല്ല, ക്യാൻസൽ ഔട്ട് ചെയ്തത്. സോ വാട്ട് ഈസ് എ ഡോട്ട് എ? എയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ഈസ് 0 അല്ലേ. സോ എ ഡോട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡി എ കോസ് 0. വാട്ട് ഈസ് കോസ് 0? കോസ് 0 ഈസ് 1 അല്ലേ. സോ വി ഗട്ട് മോഡി എ ഇൻറ്റു മോഡി എ വാട്ട് വിൽ ബി ദി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് എ കോസ് 0 അല്ലേ, മൈനസ് ഇവിടെ അതുപോലെ മോഡ് ബി കോസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 8. ദറ്റ് ഈസ് മോഡ് എ ഐ ക്യാൻ റൈറ്റ് ആസ് മോഡ് എ ഹോൾ സ്ക്വയർ. കോസ് 0യുടെ വാല്യൂ 1 ആണ് അല്ലേ, മൈനസ് മോഡ് ബി ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 8. ഓക്കെ, നാ ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടെ ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്. സൊല്യൂഷൻ അല്ല, ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. എന്താ? മോഡ് എ ഇസ് ഈക്വൽ ടു എന്താ? 8 ടൈംസ് മോഡ് ബി ആണ് അല്ലേ. സോ വാട്ട് വിൽ ബി മോഡ് എ ഹോൾ സ്ക്വയർ? മോഡ് എ ഹോൾ സ്ക്വയർ എന്തായിരിക്കും? മോഡ് എ ഹോൾ സ്ക്വയർ വിൽ ബി 8ൻ്റെ സ്ക്വയർ 64 മോഡ് ബി ഹോൾ സ്ക്വയർ അല്ലേ. അപ്പം അങ്ങനെ എഴുതാം നമുക്ക്. ഈ മോഡ് എ ഹോൾ സ്ക്വയറിന് പകരം 64 മോഡ് ബി ഹോൾ സ്ക്വയർ മൈനസ് മോഡ് ബി ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 8 അല്ലേ. വാട്ട് ഈസ് 64 മോഡ് ബി സ്ക്വയർ മൈനസ് മോഡ് ബി സ്ക്വയർ വിച്ച് ഈസ് 63 മോഡ് ബി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 8. ഓക്കെ, വാട്ട് ഈസ് മോഡ് ബി സ്ക്വയർ? യെസ്, വാട്ട് ഈസ് മോഡ് ബി സ്ക്വയർ? മോഡ് ബി സ്ക്വയർ ഇവിടെ റീഅറേഞ്ച് ചെയ്താൽ ഐ ക്യാൻ റൈറ്റ് 8/63 അല്ലേ. അപ്പോൾ വാട്ട് വിൽ ബി മോഡ് ബി? മോഡ് ബി റൂട്ട് എടുത്തു കഴിഞ്ഞാൽ യെസ്, റൂട്ട് ഓഫ് 8/63. നൗ വി ക്യാൻ ഗെറ്റ് മോഡ് എ കണ്ടുപിടിച്ചൂടെ? മോഡ് എ എന്താ വരിക? യെസ്, മോഡ് എ ഈസ് ഈക്വൽ ടു 8 ടൈംസ് മോഡ് ബി അല്ലേ. 8 റൂട്ട് ഓഫ് 8/63 ആണെന്ത്? മോഡ് എ. ഓക്കെ, ഇപ്പോൾ വാല്യൂസ് രണ്ടും കിട്ടിയല്ലോ. വി ഹാവ് ടു ഫൈൻഡ് മോഡ് എ ആൻഡ് മോഡ് ബി അല്ലേ. നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഇതായിരുന്നു അല്ലേ. ഞാൻ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ ഡോട്ട് പ്രൊഡക്റ്റ് ഞാൻ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തു. ഐ നോ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അബോയ് ചെയ്യുന്ന ആൾക്കാരാണ് ഡോട്ട് പ്രൊഡക്റ്റ്. സോ ഐ ക്യാൻസൽ ഔട്ട് ദീസ് 2. ഇപ്പോൾ റിമൈനിങ് എ ഡോട്ട് എ മൈനസ് ബി ഡോട്ട് ബി ആയിരുന്നു അല്ലേ. അപ്പോൾ എ ഡോട്ട് എയുടെ ഡെഫിനിഷൻ എന്താ? മോഡ് എ ആംഗിൾ ബിറ്റ്വീൻ ദം. എയുമായി ഉണ്ടാക്കുന്ന ആംഗിൾ 0. അതുപോലെ തന്നെ ഇവിടെയും. സോ ഐ ഗോട്ട് ഇറ്റ്. ബാക്കിയൊക്കെ പ്യുവർ മാത്തമാറ്റിക്സ് ആണ്. ജസ്റ്റ് റീഅറേഞ്ചിങ് ആൻഡ് ഫൈൻഡിങ് ഔട്ട് ദി ആൻസർ. ഓക്കെ, ഐ ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. വേറെ കൺഫ്യൂഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് റിമെമ്പർ ദിസ് പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ടാണ് എന്ത്? യെസ്, വി ക്യാൻസൽ ഔട്ട് ചെയ്തത്. ചിലപ്പോൾ നമുക്ക് ചില ഗൈഡിനകത്ത് ചില ടീച്ചർമാരൊക്കെ പഠിപ്പിച്ച് നൽകുന്നത് ചിലപ്പോൾ a+b a - b ഈസ് a² - b² എന്ന് ഒറ്റയടിക്ക് ഇവരിവിടെ എഴുതും. ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് ചാടും. ഓക്കെ, ഈ 2 സ്റ്റെപ്പ് ചിലപ്പോൾ അവർ പറയണമെന്നില്ല. ഓക്കെ, അപ്പോൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഇൻ ബിറ്റ്വീൻ ദിസ് സ്റ്റെപ്പ് ആൻഡ് ദിസ് സ്റ്റെപ്പ് ഇത്രയും പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ പല ഗൈഡിലും ചിലപ്പോൾ പല
ടീച്ചർമാരും പല വീഡിയോസിലൊക്കെ നമുക്ക് കാണാവുന്ന ഒരു പ്രവണതയാണ് എ പ്ലസ് ബി എ മൈനസ് ബി ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ഒറ്റയടിക്കുന്ന കാണാം. ഓക്കെ, സോ മനസ്സിലാക്കുക കേട്ടോ, ഇവിടെ ഇത്രയും ആൾക്കാർ ഇത്രയും പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. Question number 7. Evaluate the product. Evaluate the product. Evaluate the product. 3a 5b dot 2a plus 7b. Here also simple. നമ്മൾ നേരത്തെ ചെയ്ത ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് തന്നെ എവിടെയും ചെയ്യേണ്ടത്. ഒന്നും ചെയ്യില്ല, വി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക കേട്ടോ. 3a ഡോട്ട് 2a അല്ലേ. ആൻഡ് ഇവിടേക്ക് വരുമ്പോൾ 3a ഡോട്ട് 7b. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -5b ഡോട്ട് 2a ആൻഡ് -5b ഡോട്ട് 7b. ഓക്കെ, അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റിനകത്ത് കോൺസ്റ്റൻറ്റുകൾ ഉണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ് അല്ലേ. ഇപ്പോൾ 3 × 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ വി ഗോട്ട് 6a ഡോട്ട് a. ഹിയർ 3 × 7 21 പുറത്തെടുത്താൽ 21 a ഡോട്ട് b മൈനസ് 5 × 2 10 b ഡോട്ട് a. ഹിയർ 5 × 7 35 b ഡോട്ട് b അല്ലേ. അപ്പോൾ എ ഡോട്ട് എ നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനകത്ത് ചെയ്തിരുന്നു അല്ലേ. എന്താ കിട്ടുക നമുക്ക്? 6 mod a ഹോൾ സ്ക്വയർ, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഞാൻ പറഞ്ഞു എ ഡോട്ട് ബി എന്ന് പറഞ്ഞാലും ബി ഡോട്ട് എ എന്ന് പറഞ്ഞാൽ സെയിം ആണ് അല്ലേ. ഇപ്പോൾ 21 എ ഡോട്ട് ബി മൈനസ് 10 ബി ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് 21 മൈനസ് 10 11 ബി ഡോട്ട് എ അല്ലെങ്കിൽ 11 എ ഡോട്ട് ബി, അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇറ്റ്സ് അപ് ടു യു. ആൻഡ് ഹിയർ -35 മോഡ് ബി ഹോൾ സ്ക്വയർ എന്താ? മോഡ് വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ ബി എന്ന് പറയുന്നത് മോഡ് ബി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത്, ഈ രണ്ടും എങ്ങനെ കിട്ടിയെന്നുള്ളത് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. സോ ഇവിടെ വരെ മതി, കാരണം ബാക്കി നമുക്കിതിൻ്റെ വാല്യൂസ് ഒന്നും ചെയ്യാനില്ല. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ടു ഇവാലുവേറ്റ് ദിസ് ഐഡൻറ്റിറ്റി ടു ദിസ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Find the magnitude of two vectors. Find the magnitude of two vectors A and B having the same magnitude. അതായത് എക്കും ബിക്കും ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ് എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് സച്ച് ദാറ്റ് ആംഗിൾ ബിറ്റ്വീൻ ദം തീറ്റ ഈസ് 60 degree. ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് തീറ്റ 60 degree. ആൻഡ് ദെയർ സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താ? എ ഡോട്ട് ബി ഈസ് 1/2. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ദാറ്റ് ഈ രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആൻഡ് തന്നിരിക്കുന്നത് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 60, എ ഡോട്ട് ബി ഈസ് 1/2. സോ സ്ട്രേറ്റ് അവേ വിത്ത് ദി ഇക്വേഷൻ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മോഡ് എ മോഡ് ബി കോസ് തീറ്റ. മോഡ് എ മോഡ് ബി കോസ് തീറ്റ അല്ലേ. സോ എന്താ നമുക്ക് കിട്ടുക? മോഡ് എ മോഡ് ബി എ ഡോട്ട് ബി ഈസ് 1/2 തന്നിട്ടുണ്ട് അല്ലേ. മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. എയുടെയും ബിയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് അല്ലേ. സോ മോഡ് എ, ഈ ബിക്ക് പോലെ എനിക്ക് എന്ത് എഴുതാം? മോഡ് എ എന്ന് എഴുതാം, സിൻസ് ദേ ആർ ഈക്വൽ. വാട്ട് ഈസ് കോസ് 60? കോസ് 60യുടെ വാല്യൂ എത്രയാണ്? കോസ് 60യുടെ വാല്യൂ ഈസ് 1/2. കോസ് 60യുടെ വാല്യൂ ഈസ് 1/2. ഓക്കെ, 1/2 cancel out. 1 is equal to mod a square അല്ലേ. സോ വാട്ട് വിൽ ബി മോഡ് എ വിൽ ബി 1. ഓക്കെ, പ്ലസ് ഓർ മൈനസ് 1 എഴുതേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. കാരണം എന്താ? ഇത് മോഡുലസ് ആണ്. മോഡുലസ് വാല്യൂ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ. സോ മോഡ് എയുടെ വാല്യൂ 1 ആണ്. മോഡ് ബിയുടെ വാല്യൂ അപ്പോൾ എന്ത് വരും? ഇറ്റ് വിൽ ബി 1. ഓക്കെ, എളുപ്പമല്ലേ? Yes, moving on to our next question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
find x. Find the value of x for a unit vector A. Find mod x. Find mod x for a unit vector A. അപ്പോൾ A എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണ് കേട്ടോ. ഫോർ എ യൂണിറ്റ് വെക്ടർ A x minus a dot yes x plus a x minus a dot x plus a is equal to 12. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് x minus a dot x plus a is equal to 12. ഓക്കെ, we have to find the value of mod x. mod xൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് പ്രൊവൈഡഡ് a എന്ന് പറയുന്ന ആൾ യൂണിറ്റ് വെക്ടർ ആണ് അല്ലേ. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് a എന്ന് പറയുന്നത് എന്തായിരിക്കും 1. കാരണം എന്താ, യൂണിറ്റ് വെക്ടർ ആയിക്കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1. സോ യൂസിങ് ഡിസ്ട്രിബ്യൂട്ടീവ് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വി ഗോട്ട് എക്സ് ഡോട്ട് എക്സ് അല്ലേ പ്ലസ് എക്സ് ഡോട്ട് എ മൈനസ് എ ഡോട്ട് എക്സ് മൈനസ് എ ഡോട്ട് എ വിച്ച് ഇസ് ഈക്വൽ ടു 12. ഓക്കെ, യൂസിങ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇത് രണ്ടും ഈക്വൽ ആണ്. ഐ ക്യാൻസൽ ഔട്ട് മോഡ് എക്സ് ഡോട്ട് എക്സിന് നമുക്ക് എന്ത് എഴുതാം, മോഡ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് ഇതുപോലെ ഇയാളെങ്ങനെ എഴുതാം, മോഡ് എ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു 12 അല്ലേ. അപ്പോൾ മോഡ് എക്സ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ശ്രദ്ധിക്കുക ഇവിടെ എ എന്ന് പറയുന്ന ആൾ യൂണിറ്റ് വെക്ടറാണ് അല്ലേ. സോ ഇയാൾ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വി ഗോട്ട് 12 പ്ലസ് മോഡ് എ ഹോൾ സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് മോഡ് എക്സ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 12 പ്ലസ് എ യൂണിറ്റ് വെക്ടർ ആണല്ലോ. സോ മാഗ്നിറ്റ്യൂഡ് ഡെഫിനറ്റ്ലി 1 ആയിരിക്കും അല്ലേ. 1 × സ്ക്വയർ 1, 12 പ്ലസ് 1 we will get as 13 അല്ലേ. സോ വാട്ട് വിൽ ബി മോഡ് എക്സ് വിൽ ബി റൂട്ട് എടുക്കുമ്പോൾ √13. ഓക്കെ, സിമ്പിൾ അല്ലേ. ജസ്റ്റ് നമ്മൾ അറിയാവുന്ന രീതിയിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇത് അറിഞ്ഞിരിക്കണം. റീസൺ എന്തായിരുന്നു, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ. അതുകൊണ്ട് ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് അല്ലേ, വി ക്യാൻ ക്യാൻസൽ ഔട്ട്. ഇവിടെ എ എന്ന് പറയുന്ന ആൾ യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഓൾവേസ് 1 അല്ലേ. സോ ഇത് ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് 12 പ്ലസ് മോഡ് എ ഹോൾ സ്ക്വയർ ഈസ് 1 ദറ്റ് ഈസ് 13. സ്ക്വയർ ഒഴിവായി കഴിഞ്ഞാൽ magnitude of x is equal to √13. okay, so next question, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. If a is equal to 10th question, if a is equal to 2y plus 2j plus 3k, if a is equal to 2y plus 2j plus 3k, b is equal to minus I plus 2j plus k, and c is equal to 3i plus j, are such that a plus lambda b is perpendicular to c, then find value of lambda. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തിയാണ്, എന്നാൽ നമ്മൾ പഠിച്ച കോൺസെപ്റ്റുമായി വെച്ച് നോക്കുന്ന സമയത്ത് സിമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ വി ആർ പ്രൊവൈഡഡ് 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. വെക്ടർ എ, വെക്ടർ ബി ആൻഡ് വെക്ടർ സി. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്, എ പ്ലസ് ലാംഡ ബി എന്ന് പറയുന്ന വെക്ടർ, അതായത് ഇതാണ് വെക്ടർ ബി. വെക്ടർ ബിയുടെ കൂടെ ഒരു ലാംഡ എന്ന് പറയുന്ന സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, സ്കെയിലാർ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആൻഡ് ഇറ്റ് ഈസ് ആഡഡ് വിത്ത് എ.
അപ്പോൾ ഈ വെക്ടറും കൂട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് വേറൊരു വെക്ടർ കിട്ടും അല്ലേ? ഐ നെയിം ഇറ്റ് ആസ് വെക്ടർ ഡി. ഓക്കെ, ആൻഡ് ദിസ് ന്യൂ വെക്ടർ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു സി. ഓക്കെ, ഇപ്പോൾ ഈ വെക്ടർ സിയുമായിട്ട് പെർപെൻഡിക്കുലർ ആണ്. ഇപ്പോൾ സിയുമായിട്ട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവിടെ ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ഇറ്റ് 0 അല്ലേ? സോ നമ്മുടെ എയിം എന്താ? ടു ഫൈൻഡ് ദി ലാംഡ വാല്യൂ. ഓക്കെ, സോ വി പ്രൊസീഡ് വിത്ത് അവർ ബേസിക്സ്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? എ പ്ലസ് ലാംഡ ബി കണ്ടുപിടിക്കണം അല്ലേ? സോ ഇതിനകത്ത് ഫസ്റ്റ് ലാംഡ ബി എന്ത് വരും? ലാംഡ ബി ദിസ് ഇസ് ബി അല്ലേ? ലാംഡ മൾട്ടിപ്ലൈ ചെയ്താൽ ഐ ഗെറ്റ് മൈനസ് ലാംഡ ഐ 2 ലാംഡ ജെ പ്ലസ് ലാംഡ കെ. ഓക്കെ, സോ വാട്ട് വിൽ ബി എ പ്ലസ് ലാംഡ? എ പ്ലസ് ലാംഡ ബി. എ പ്ലസ് ലാംഡ ബി എന്ന് പറയുന്ന വെക്ടർ എന്ത് വരും? യെസ്, ഇതാണ് വെക്ടർ എ, ഇതാണ് ലാംഡ ബി എന്നുള്ള വെക്ടർ അല്ലേ? ഇത് രണ്ടും എങ്ങനെ പ്ലസ് ചെയ്യുക? കറസ്പോണ്ടിങ് ഐ ജെ കെ ടേംസിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ ആഡ് ചെയ്യുക. സോ ഹിയർ ഇറ്റ് ഈസ് 2, ഇവിടെ മൈനസ് ലാംഡ അല്ലേ? സോ ഐ ഗെറ്റ് 2 മൈനസ് ലാംഡ ഐ. ഇവിടെ ജെയുടെ കോഎഫിഷ്യൻ്റ് 2 ആണ്, ഇവിടെ 2 ലാംഡയാണ്. സോ ഐ ഗെറ്റ് 2 പ്ലസ് 2 ലാംഡ ജെ, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 3 ആൻഡ് ഇറ്റ് ഈസ് ലാംഡ 3 പ്ലസ് ലാംഡ കെ. ഓക്കെ, ഇതായിരുന്നു എന്ത്? എൻ്റെ എ പ്ലസ് ലാംഡ ബി. ആൻഡ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്താ? എ പ്ലസ് ലാംഡ ബി എന്ന് പറയുന്ന വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു സി. അതെ, ദാറ്റ് ഈസ് എ പ്ലസ് ലാംഡ ബി എന്ന് പറയുന്ന വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു സി. സി എന്ന് പറയുന്ന വെക്ടർ അല്ലേ? ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ്. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് വെക്ടർ പി ആൻഡ് വെക്ടർ ക്യൂ, ഇത് പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ പി ഡോട്ട് ക്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? വാല്യൂ 0 അല്ലേ? ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0. ദാറ്റ് ഈസ് എ പ്ലസ് ലാംഡ ബി, എ പ്ലസ് ലാംഡ ബി എന്ന് പറയുന്ന വെക്ടർ ഡോട്ട് വെക്ടർ സി വി ഗെറ്റ് ആസ് 0. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? എ പ്ലസ് ലാംഡ ബി ഡോട്ട് സി ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. ദിസ് ഈസ് മൈ വെക്ടർ സി, ദിസ് ഈസ് മൈ വെക്ടർ എ പ്ലസ് ലാംഡ ബി. എങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക? കറസ്പോണ്ടിങ് ഐ ജെ കെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക അല്ലേ? ഇവിടെ 3 ആണ്, ഇവിടെ 2 മൈനസ് ലാംഡ. സോ ഐ ഗെറ്റ് ഹിയർ 2 മൈനസ് ലാംഡ ഇൻറ്റു 3 പ്ലസ്. ഓക്കെ, ഇവിടെ ജെ കോഎഫിഷ്യൻ്റ് 1 ആണ്, ഇവിടെ 2 പ്ലസ് ലാംഡയാണ്. സോ 1 ഇൻറ്റു 2 പ്ലസ് 2 ലാംഡ, ഇറ്റ് ഈസ് 2 പ്ലസ് 2 ലാംഡ. ഓക്കെ, ആൻഡ് ഇവിടെ കെയുടെ ടേം ഇല്ല, 0 കെ അല്ലേ? കെയുടെ കോഎഫിഷ്യൻ്റ് 0 ആണ്. ഇവിടെ 3 പ്ലസ് ലാംഡ, 0 ഇൻറ്റു 3 പ്ലസ് ലാംഡ 0. ഇപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. സോ ഐ ഗോട്ട് 2 മൈനസ് ലാംഡ പ്ലസ് സോറി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്തായി? 2 ഇൻറ്റു 3 6 മൈനസ് 3 ലാംഡ പ്ലസ് 2 പ്ലസ് 2 ലാംഡ വിച്ച് ഈസ് ഈക്വൽ ടു 0 അല്ലേ? ഡോട്ട് പ്രൊഡക്റ്റ് 0 അല്ലേ? ഓക്കെ, നൗ ഓൺ സിംപ്ലിഫൈങ് 6 പ്ലസ് 2 ഐ ഗോട്ട് 4 minus 3 plus 2 lambda is minus lambda which is equal to 0. That lambda is equal to 4. ലാംഡയുടെ വാല്യൂ കിട്ടിയോ? ഓക്കെ, സോ ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ആ ഒരു അപ്പിയറൻസ് കണ്ടുകൊണ്ട് ഒരിക്കലും ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യരുത്. കാരണം നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മാത്രമേ ഈ ചാപ്റ്ററിനകത്തുള്ളൂ. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തത് എന്താ? ജസ്റ്റ് വെക്ടർ ഒരു സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുന്നു നമുക്കറിയാം. രണ്ട് വെക്ടേഴ്സ് എങ്ങനെ ആഡ് ചെയ്യുന്നു അത് നമുക്കറിയാം, സിമ്പിളാണ്. ഇനി രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0. അതാണ് നമ്മളിവിടെ ഈക്വൽ ടു 0 കൊടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ആൻഡ് വി ഗോട്ട് ദ വാല്യൂ ലാംഡ എസ് 4. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കലായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ വി ആർ ഡൺ വിത്ത് ദിസ്. ഗുഡ്. സോ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ നമ്പർ 11. again ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വെക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ശരിക്കും കയ്യിൽ വെക്കുക. ഓക്കെ, ഷോ ദാറ്റ് മോഡ് എ വെക്ടർ ബി പ്ലസ് മോഡ് ഓഫ് വെക്ടർ ബി എ is perpendicular to mod AB minus mod BA
for any two non-zero vectors a and b. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് ടു ഷോ ദാറ്റ് മോഡുലസ് ഓഫ് എ വെക്റ്റർ ബി പ്ലസ് മോഡുലസ് ഓഫ് ബി വെക്റ്റർ എ ഈസ് പെർപെൻഡിക്കുലർ ടു മോഡുലസ് ഓഫ് എ ബി മൈനസ് മോഡുലസ് ഓഫ് ബി എ ഫോർ എനി ടു നോൺ സീറോ വെക്റ്റേഴ്സ് എ ആൻഡ് ബി. ഇപ്പോൾ ഈ രണ്ട് വെക്റ്റേഴ്സ് അല്ലേ, ഈ രണ്ട് വെക്റ്റേഴ്സ്, ഇത് രണ്ട് വെക്റ്റേഴ്സാണെന്ന് പറയുന്നത് പ്രശ്നമില്ലല്ലോ. നോക്കിയേ, മോഡ് എ എന്ന് പറയുന്നത് എന്താണ്? മോഡ് എ ഈസ് സംതിങ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്റ്റർ എ. എ എന്ന് പറയുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, സം നമ്പറാണ് അല്ലേ. അപ്പോൾ നമ്പർ ഇൻറ്റു എ വെക്ടർ എന്ന് പറയുന്നത് സ്കെയിലർ ക്വാണ്ടിറ്റി. സോറി, എ നമ്പർ ലാംഡ ഇൻറ്റു എ വെക്റ്റർ നമ്മൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചതാണ് കേട്ടോ. നോട്ട് സ്കെയിലാർ ക്വാണ്ടിറ്റി, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ സോ ദിസ് ഈസ് ലാംഡ ബി ആൻഡ് ദിസ് ഈസ് സം സോർട്ട് ഓഫ് ലാംഡ എ. ഇപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്യാണ്. സോ ദിസ് ഈസ് എ വെക്റ്റർ. ഓക്കെ, അതുപോലെ ഒരു വെക്ടറാണ് അത് ഇയാൾ. അപ്പോൾ നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ദേ ആർ പെർപെൻഡിക്കുലർ എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതാണ് രണ്ട് വെക്റ്റേഴ്സ്, വെക്ടർ പി ആൻഡ് വെക്ടർ ക്യൂ അല്ലേ, രണ്ടുപേരും പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷൻ എന്താ? രണ്ടുപേരുടെയും ഡോട്ട് പ്രോഡക്റ്റ് എന്ത് വരണം? 0 വരണം. ഓക്കെ, സിമ്പിൾ. സോ അതുപോലെ തന്നെ അവിടെ ചെയ്യാണ് മോഡ് എ വെക്ടർ ബി പ്ലസ് മോഡ് ബി വെക്ടർ എ ഡോട്ട് അടുത്ത വെക്ടർ ആരാ? മോഡ് എ വെക്ടർ ബി മൈനസ് മോഡുലസ് ഓഫ് വെക്ടർ ബി വെക്ടർ എ. പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ വി വിൽ ഗോട്ട് ആസ് 0 അല്ലേ. പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ വി വിൽ ഗെറ്റ് ദി വാല്യൂ 0. ഓക്കെ, അപ്പോൾ നമുക്ക് 0 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. 0 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഈ ബ്രാക്കറ്റുകൾ ഓപ്പൺ ചെയ്ത് ഈ ഡോട്ട് പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മോഡുലസ് ഓഫ് എ ബി ഡോട്ട് മോഡുലസ് ഓഫ് എ ബി അല്ലേ, ദറ്റ് ഈസ് മോഡുലസ് ഓഫ് എ ബി ഡോട്ട് മോഡുലസ് ഓഫ് എ വെക്റ്റർ ബി അല്ലേ. ആൻഡ് അടുത്ത ടേം യെസ്, ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് മൈനസ് മോഡ് എ വെക്റ്റർ ബി ഡോട്ട് മോഡ് ബി വെക്റ്റർ എ. ഓക്കെ, ആൻഡ് പ്ലസ് അടുത്ത ആളാരാ? ദിസ് വൺ അല്ലേ, മോഡ് ബി വെക്റ്റർ എ ഡോട്ട് മോഡ് എ വെക്റ്റർ ബി. ആൻഡ് അടുത്ത ആൾ പ്ലസ് മൈനസ് വരും അല്ലേ, മോഡ് ബി എ ഡോട്ട് മോഡ് ബി എ. ഓക്കെ, ഇപ്പം ഇത്രയും നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, ഒരു ഹെസിറ്റേഷനും ഇല്ല, സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ മോഡ് എ എന്ന് പറയുന്നത് ഒരു നമ്പറാണ് അല്ലേ. വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്പർ അല്ലേ. ഇപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റിനകത്ത് നമ്പർ ഉണ്ടെങ്കിൽ നമുക്കത് പുറത്തെടുക്കാം. ഇപ്പോൾ മോഡ് എ പുറത്തെടുത്ത് കഴിഞ്ഞാൽ റൈറ്റ് ആസ് മോഡ് എ ഹോൾ സ്ക്വയർ ആൻഡ് റിമൈനിങ് ബി ഡോട്ട് ബി. ഓക്കെ, ആൻഡ് ഹിയർ ശ്രദ്ധിക്കുക, ഇവരൊന്ന് അറേഞ്ച് ചെയ്ത് കേട്ടോ. ശ്രദ്ധിക്കുക, ഇവിടെയും ഇത് കണ്ടോ, മോഡ് എ മോഡ് ബി ഒരു നമ്പറാണ്, എനിക്ക് പുറത്തെടുക്കാം. മോഡ് ബി എ ഡോട്ട് ബി, മോഡ് ബി എ ഡോട്ട് ബി പ്രശ്നമില്ലല്ലോ. ബി ഡോട്ട് എ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി, പ്രശ്നമില്ല. ആൻഡ് ഹിയർ ഓൾസോ അതുപോലെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം അല്ലേ. എങ്ങനെ എഴുതാം? ഇവിടെ നോക്കിയേ, മോഡ് ബി ഓൾറെഡി ഇവിടെയുണ്ട് ആൻഡ് മോഡ് എ അകത്തുണ്ട് ആൻഡ് എ ഡോട്ട് ബി. ഓക്കെ, ആൻഡ് ഹിയർ ഓൾസോ വി ക്യാൻ റൈറ്റ് മോഡ് ബി അത് നമുക്കത് കൊടുക്കാം മോഡ് ബി ഹോൾ സ്ക്വയർ ആൻഡ് യെസ് എ ഡോട്ട് എ. ഓക്കെ, ഇപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത കാര്യത്തിൽ ഡൗട്ടില്ലല്ലോ, എളുപ്പമല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ശ്രദ്ധിക്കാം, ഇവിടെ മോഡ് എ ഹോൾ സ്ക്വയർ എന്നാൽ ബി ഡോട്ട് ബി വരിക. വാട്ട് ഈസ് എ ഡോട്ട് ബി? എ ഡോട്ട് ബി ഈസ് മോഡ് ബി കോസ് തീറ്റ അല്ലേ. ഇപ്പോൾ ബി ഡോട്ട് ബി എന്ത് വരും? മോഡ് ബി യെസ് മോഡ് ബി എന്തായി? മോഡ് ബി ഹോൾ സ്ക്വയർ
ഓക്കെ. ദെൻ കോസ് തീറ്റ, ബിയും ബിയും തമ്മിലുള്ള ആംഗിൾ ഇസ് 0, കോസ് 0 ഇസ് 1. ഓക്കെ. നൗ അഗെയിൻ ഇത് രണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാലോ അല്ലേ. ഇതൊന്ന് മൈനസും ഇതൊന്ന് പ്ലസ്സും അല്ലേ, സെയിം വാല്യൂ അല്ലേ. മോഡ് എ മോഡ് ബി എ ഡോട്ട് ബി, എ ഡോട്ട് ബി മോഡ് എ മോഡ് ബി, രണ്ടും സെയിം ആണ് കേട്ടോ. ഒന്ന് മൈനസ് ആണ്, ഒന്ന് പ്ലസ് ആണ്, ക്യാൻസൽ ഔട്ട്. ആൻഡ് മൈനസ് ഇവിടെ മോഡ് ബിയുടെ സ്ക്വയർ. ആൻഡ് വാട്ട് ഈസ് എ ഡോട്ട് എ ഡോട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എ കോസ് 0, മോഡ് എ വി ഗെറ്റ് ആസ് മോഡ് എ ഹോൾ സ്ക്വയർ അല്ലേ. കോസ് 0 വാല്യൂ ഇസ് 1. So here we get as mod a mod b square minus mod b square mod a, which is cancel out. നമുക്ക് എന്ത് കിട്ടി? 0. ഓക്കെ. സോ രണ്ട് വെക്ടേഴ്സ് ഞാൻ എടുത്തു. രണ്ട് വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആണ് എന്ന് തെളിയിക്കാനാണ് വേണ്ടത്. സോ ഐ ജസ്റ്റ് ടേക്ക് ഞാൻ എന്തെടുത്തു? ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കേട്ടോ. ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു ആൻഡ് ഐ ഗോട്ട് ദി ആൻസർ എന്ത്? 0. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? These two vectors are perpendicular. Okay. So കൺസെപ്റ്റ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. ബാക്കിയെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാത്തമാറ്റിക്സ് ഓൺലി. ഓക്കെ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മാറ്റി എഴുതിയത് ശ്രദ്ധിക്കുക. ഓക്കെ. ബി ഡോട്ട് ബി മോഡ് ബി ഹോൾ സ്ക്വയർ എങ്ങനെ വന്നു? ഇത് വെച്ചിട്ട് നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചെയ്തു. ഓക്കെ. അതുപോലെ തന്നെ ഇത് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാലും ബി ഡോട്ട് എ എന്ന് പറഞ്ഞാലും സെയിം ആണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലേ. സോ ജസ്റ്റ് മൈനസ് പ്ലസ് ആയതുകൊണ്ട് ഞാൻ ക്യാൻസൽ ഔട്ട്. ഓക്കെ. നൗ ഈ മോഡ് എ സ്ക്വയർ ആക്കി എല്ലാവർക്കും ഡൗട്ടില്ലല്ലോ. മോഡ് എ എന്ന് പറയുന്നത് ഒരു സംഖ്യയാണ്, ഒരു നമ്പറാണ് അല്ലേ. കാരണം എന്താ? വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് വിൽ ബി എ നമ്പർ അല്ലേ. ഇപ്പോൾ നമ്പർ ഉള്ളതൊക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ മോഡ് എ പുറത്തെടുത്തു, മോഡ് എ ഹോൾ സ്ക്വയർ. ഹിയർ ഓൾസോ മോഡ് ബി ഹോൾ സ്ക്വയർ. ഓക്കെ. സോ ദിസ് വാസ് യുവർ ക്വസ്റ്റ്യൻ. എല്ലാവരും നോട്ട് ചെയ്യുക, പോസ്റ്റ് വീഡിയോ ആൻഡ് കോപ്പി ദി ക്വസ്റ്റ്യൻ. Moving on to 13th question. Moving on to our 13th question. Sorry, we have 12th question also. Yes. 12th question എന്താ പറയുന്നത്? എല്ലാവരും 12th question എടുക്കാം. 12th question. If a dot a is equal to 0, if a dot a is equal to 0, a dot b equal to 0, then what can be concluded about the vector b? Then what can be concluded about the vector b? Okay. Okay, അപ്പോൾ ഇതൊക്കെ കുറച്ച് ലോജിക്കലി തിങ്ക് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ, അധികം ചെയ്യാനൊന്നുമില്ല. അതായത് നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എ ഡോട്ട് എ ഈസ് ഈക്വൽ ടു 0, ഒരു വെക്റ്റർ വേറൊരു വെക്റ്റർ എ വെക്റ്റർ ആൻഡ് ദ സെയിം വെക്റ്റർ ഇറ്റ് സെൽഫ്, രണ്ടിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് എനിക്ക് എന്ത് കിട്ടി? 0 കിട്ടി. ആൻഡ് എ ഡോട്ട് ബി ഈസ് ഓൾസോ 0. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക, വാട്ട് ഈസ് എ ഡോട്ട് എ? എ ഡോട്ട് എയുടെ എന്താ വരിക? എക്സ്പാൻഷൻ എന്താ വരിക? റിസൾട്ട് മോഡ് എ കോസ് 0 അല്ലേ. ഒരു വെക്റ്റർ എ അതുപോലെ തന്നെ ഒരു വെക്റ്റർ എ, രണ്ടുപേര് തമ്മിലുള്ള ആംഗിൾ 0. കോസ് 0യുടെ വാല്യൂ ഈസ് 1. ഓക്കെ. അപ്പോൾ അതൊന്നും ഞാൻ എഴുതുന്നില്ല. അപ്പോൾ എ ഡോട്ട് എയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടുന്നത്? 0 അല്ലേ. ദാറ്റ് മീൻസ് എ ഡോട്ട് എയുടെ വാല്യൂ 0 കിട്ടണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഈ മോഡ് എ എന്ന് പറയുന്ന ആളെന്തായിരിക്കണം? 0 ആയിരിക്കണം. ദാറ്റ് ഈസ് വെക്റ്റർ എ എന്ന് പറയുന്ന ആളെന്തായിരിക്കണം? ഷുഡ് ബി എ 0 വെക്റ്റർ. വെക്റ്റർ എ ഷുഡ് ബി എ 0 വെക്റ്റർ. ഓക്കെ. ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കണ്ടീഷൻ എന്താ? ഇവിടെ നമുക്ക് തന്നു എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് തന്നു അല്ലേ. ഇപ്പോൾ എ ഡോട്ട് ബി 0 ആണുള്ള കണ്ടീഷൻ മോഡ് എ മോഡ് ബി കോസ് തീറ്റ, അങ്ങനെയല്ലേ എ ഡോട്ട് ബിയുടെ എക്സ്പാൻഷൻ, വിച്ച് ഈസ് 0 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് എപ്പോഴൊക്കെയാണ് 0 ആവുക? വൺ കണ്ടീഷൻ ഈസ് കോസ് ഈ തീറ്റ എന്ന് പറയുന്ന ആളെന്താവണം? 90 ഡിഗ്രി. അതായത് എയുടെയും ബിയുടെയും
ഇൻ ബിറ്റ്വീൻ ആംഗിൾ എന്തായിരിക്കണം? തീറ്റ. ദാറ്റ് ഈസ് വൺ കേസ് ടു ബി ദിസ് 0 അല്ലേ? അടുത്ത കേസ് എന്താ? വെക്റ്റർ ബി എന്തായാൽ മതി? 0 ആയാൽ മതി. വെക്റ്റർ ബി എന്തായാൽ മതി? 0 ആയാൽ മതി. ആൻഡ് അനദർ കേസ് എന്താണ്? വെക്റ്റർ എ ഓൾറെഡി 0 ആണ് അല്ലേ? സോ നമുക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്? വെക്റ്റർ ബിയുടെ പ്രോപ്പർട്ടിയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? വാട്ട് ഈസ് ദി എന്താ ക്വസ്റ്റ്യൻ? വി ഹാവ് ടു 12th one question. What can be concluded about vector b? വെക്റ്റർ ബിയെ പറ്റി നമുക്ക് എന്താ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക എന്നാണ് അല്ലേ? വെക്റ്റർ ബി എന്തായിരുന്നു? വെക്റ്റർ ബി ഒന്നുകിൽ 0 ആവാം ആൻഡ് ഇറ്റ് ക്യാൻ ബി എനി വെക്റ്റർ അല്ലേ? പ്രശ്നമുണ്ടോ? വെക്റ്റർ ബി 0 ആവാം അല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് വെക്റ്റർ ആവാം. വി ക്യാൻ ഇൻഫർ ദാറ്റ് വെക്റ്റർ എ എന്താണ്? 0 വെക്റ്റർ ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, വെക്റ്റർ ബിയെ പറ്റിയാണ് ചോദിച്ചത് അല്ലേ? വെക്റ്റർ ബി എന്ത് വെക്റ്റർ വേണേ ആവാം. ഇറ്റ് ക്യാൻ ബി എ 0 വെക്റ്റർ, ഇറ്റ് ക്യാൻ ബി ഒരു മാഗ്നിറ്റ്യൂഡുള്ള ഒരു വെക്റ്റർ ആവാം, ഏത് വെക്റ്റർ വേണേ ആയിക്കോട്ടെ. പക്ഷേ ഇത് 0 ആണുള്ള കണ്ടീഷൻ ഇവിടെ എന്താണ്? ഹിയർ വെക്റ്റർ എ എന്ന് പറയുന്ന ആൾ എന്താണ്? ഈ 0 വെക്റ്റർ. അതുകൊണ്ടാണ് എന്ത്? ദിസ് ഈസ് 0 ആയിപ്പോയത്. ഓക്കെ, സോ വെക്റ്റർ ബി ഇറ്റ് ഡസൻ ഡിപ്പെൻഡ്സ് ഓൺ ദിസ്. വെക്റ്റർ ബിക്ക് എനി ടൈപ്പ് ഓഫ് വെക്റ്റർ എന്നുള്ള കണ്ടീഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, 13th question. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് എ ബി സി ആർ യൂണിറ്റ് വെക്റ്റേഴ്സ്, ഇഫ് എ ബി സി ആർ യൂണിറ്റ് വെക്റ്റേഴ്സ്, ശ്രദ്ധിക്കുക, ഇഫ് എ ബി സി ആർ യൂണിറ്റ് വെക്റ്റേഴ്സ്, വെക്റ്റർ എ, വെക്റ്റർ ബി, വെക്റ്റർ സി ആർ unit vectors such that a plus b plus c is equal to 0, a plus b plus c equal to 0, find value of a dot b plus b dot c plus a dot c. Okay, അപ്പോൾ we are provided that a b c ഒക്കെ എന്താണ്? യൂണിറ്റ് വെക്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് യെസ്, a plus b plus c യുടെ വാല്യൂ ഇസ് 0 ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് a dot b, b dot c, a dot c. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഈ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. വി ഹാവ് എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ 0 ആണ് അല്ലേ? അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഞാൻ എടുക്കുകയാണ് കേട്ടോ. എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എന്താ? എ പ്ലസ് ബി പ്ലസ് സി എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ അല്ലേ? 2 ഇൻറ്റു യെസ് എന്താ വരിക? എ ബി ബി സി എ സി, അങ്ങനെയല്ലേ നമ്മുടെ റിസൾട്ട്? എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ, യെസ്, എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് മോഡ് എ ഹോൾ സ്ക്വയർ, മോഡ് ബി ഹോൾ സ്ക്വയർ, മോഡ് സി ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഡോട്ട് ബി, ബി ഡോട്ട് സി, എ ഡോട്ട് സി. ഓക്കെ, സോ യു ഗെറ്റ് ആൻ ഐഡിയ വൈ ഇത് ഈ എക്സ്പ്രഷൻ ഞാൻ എടുത്തു എന്ന്. കാരണം വൈ ഹാവ് ടു ഫൈൻഡ് ദിസ് വൺ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് പ്രസൻറ്റ്. എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി പ്ലസ് സി ഇസ് 0 അല്ലേ? എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ 0 ആണെന്ന് നമുക്കറിയാം. സോ വാട്ട് ഈസ് എ ബി ആൻഡ് സി? എ ബി ആൻഡ് സി ആർ യൂണിറ്റ് വെക്റ്റേഴ്സ് അല്ലേ? അപ്പോൾ യൂണിറ്റ് വെക്റ്റർ ആണെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡൊക്കെ 1 ആണ്. സോ സ്ക്വയർ ചെയ്യുമ്പോൾ ഐ ഗെറ്റ് 1 പ്ലസ് 1 പ്ലസ് 1 വിച്ച് ഈസ് 3 അല്ലേ? 3 പ്ലസ് 2 എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് എ ഡോട്ട് സി വിച്ച് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ ഇസ് 0 അല്ലേ? സി ആർ -3 ഞാൻ ഇവിടെ എടുത്തു, -3/2 ആയിരിക്കും എന്തിൻ്റെ വാല്യൂ? എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് എ ഡോട്ട് സിയുടെ വാല്യൂ ഐ ഗോട്ട് ആസ് -3/2. സിമ്പിൾ, എളുപ്പമല്ലേ? -3/2 ഇസ് ദി വാല്യൂ ഓഫ് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് എ ഡോട്ട് സി. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
Move on to our next question. So next question, 14th one. 14th one actually നമ്മൾ 12ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതേ കൺസെപ്റ്റ് തന്നെയാണ്. സോ നോ നീഡ് ടു അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളത് ചെയ്ത അതേ ഒരു സംഭവം, അതേ കൺസെപ്റ്റ്, അതിന് ജസ്റ്റ് ഒരു ന്യൂമറിക്കൽ എക്സാമ്പിൾ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് 14th ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സോ വി ആർ നോട്ട് ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദാറ്റ് 14th ക്വസ്റ്റ്യൻ, കാരണം വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 15. ഇഫ് ദി വെർട്ടീസസ് ഓഫ് ട്രയാങ്കിൾ ABC are 1, 2, 3, just change the pen, 1, 2, 3, -1, 0, 0, 0, 1, 2, 0, 1, 2 respectively, then find angle ABC. Then find angle ABC. It is the angle between the vectors BA and BC. Okay, Patrolo, if the vertices ABC of a triangle ABC are 1, 2, 3, -1, 0, 0, 0, 1, 2 respectively, then find angle ABC, where angle ABC is the angle between vectors BA and BC. That is the question. Okay, so നമുക്ക് ഒരു ട്രയാങ്കിളാണ് തന്നിട്ടുള്ളത് അല്ലേ. ആ ട്രയാങ്കിളിൻ്റെ ഓരോ കോർഡിനേറ്റ്സിൻ്റെയും പൊസിഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന കോർഡിനേറ്റ്സ് ABC തന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ആംഗിൾ ABC അല്ലേ. ആംഗിൾ ABC ആരുടെ ഇടയിലാണ്? ദിസ് ഈസ് BAC അല്ലേ. ഇതാണ് വെക്റ്റർ BA, ദിസ് ഈസ് വെക്റ്റർ BC. ഓക്കെ, ഇവർക്ക് രണ്ടുപേർക്ക് ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ABC. ഓക്കെ, ആംഗിൾ ABC. ഓക്കെ, സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ തിയറം അപ്ലൈ ചെയ്യാം അല്ലേ. ഇവിടെ രണ്ട് വെക്ടേഴ്സ് അല്ലേ, BAയും BCയും അല്ലേ. BA ഡോട്ട് BC ഈസ് ഈക്വൽ ടു എന്താ റിസൾട്ട്? മോഡുലസ് ഓഫ് BA മോഡുലസ് ഓഫ് BC കോസ് തീറ്റ. കോസ് തീറ്റ ഈസ് നത്തിങ് ബട്ട് ആംഗിൾ ബിറ്റ്വീൻ BA ആൻഡ് BC. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ABC തന്നെയാണ് എന്ത്? തീറ്റ. Okay, so from this equation we can get cos theta as BA dot BC by modulus of BA modulus of BC ആണല്ലോ. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ജസ്റ്റ് ഈ cos theta കണ്ടുപിടിക്കാൻ we need to know the vector BA, we need to know the vector BC and also their magnitudes. അപ്പോൾ അത്രയും കിട്ടിക്കഴിഞ്ഞാൽ we can find the angle അല്ലേ. ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. സോ ഫോർ ദാറ്റ് BA എന്ന് പറയുന്ന വെക്ടർ കണ്ടുപിടിക്കണം അല്ലേ. വാട്ട് വിൽ ബി BA? വെക്ടർ BA, വെക്ടർ സ്റ്റാർട്ടിങ് ഫ്രം B ആൻഡ് എൻഡിങ് ടെർമിനൽ പോയിന്റ് ഇസ് A അല്ലേ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? BAയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. യെസ്, OA മൈനസ് OB അല്ലേ. പൊസിഷൻ വെക്ടർ ഓഫ് A മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് B. വാട്ട് ഈസ് പൊസിഷൻ വെക്ടർ ഓഫ് A? 1, 2, 3 അല്ലേ. I പ്ലസ് 2J പ്ലസ് 3K മൈനസ് Bയുടെ ഏതായിരുന്നു? മൈനസ് I പ്ലസ് 0J പ്ലസ് 0K. ഓക്കെ, ഇപ്പം എന്ത് വരും? BA I മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ 2I അല്ലേ, പ്ലസ് 2J പ്ലസ് 3K. ദിസ് ഈസ് വെക്ടർ BA. വാട്ട് വിൽ ബി ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്? BAയുടെ മാഗ്നിറ്റ്യൂഡ് എന്ത് വരും? റൂട്ട് ഓഫ് 2 സ്ക്വയർ 4 3 അല്ലേ. എത്രയാണ്? 16 9. It is 25 which is 5. Okay, similarly we can find BC also. What will be BC? BC എങ്ങനെ കിട്ടാം? പൊസിഷൻ വെക്ടർ ഓഫ് C മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് B അല്ലേ. വാട്ട് ഈസ് പൊസിഷൻ വെക്ടർ ഓഫ് C? സിയുടെ പൊസിഷൻ വെക്ടർ എന്ത് വരും? 0I ശ്രദ്ധിക്കുക, 0I 1J പ്ലസ് 2K. ആൻഡ് വാട്ട് ദാറ്റ് ഓഫ് B? ഇറ്റ് വിൽ ബി മൈനസ് I പ്ലസ് 0J പ്ലസ് 0K. B മൈനസ് 1 0 0 മൈനസ് I 0J 0K. സോ BC എന്ത് വരും? 0I മൈനസ് ഓഫ് മൈനസ് I വിൽ ബി പ്ലസ് I അല്ലേ. J മൈനസ് 0J വിൽ ബി പ്ലസ് J itself. 2K മൈനസ് 0K വിൽ ബി 2K itself. സോ വെക്റ്റർ BC നമുക്ക് കിട്ടി.
then what will be its magnitude? BC യുടെ മാഗ്നിറ്റ്യൂഡ് എത്ര വരും? BC യുടെ മാഗ്നിറ്റ്യൂഡ് എത്ര വരും? യെസ്, റൂട്ട് എടുക്കുക അല്ലേ? 1 സ്ക്വയർ 4 എത്രയാണ്? റൂട്ട് 6. Okay, so we got all these things. Yes, cos theta is equal to BA dot BC അല്ലേ? What is BA? BA is ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് 2i 2j 3k ഡോട്ട് BC എത്രയായിരുന്നു മക്കളെ? I plus j plus 2k. I plus j plus 2k താഴെ ഡിനോമിനേറ്റർ modulus of BA we got as 5 അല്ലേ? and modulus of BC we get it as root 6. okay, now just ഇത് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ഇതെങ്ങനെയാണ് ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക? we are not having any angle അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് ഐ ജെ കെ ടേംസ് കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക അല്ലേ? അപ്പോൾ 2 into 1 here it is 2 plus 2 into 1 again 2 plus 3 into 2 again it's 6 by 5 root 6. 2 plus 2 4 plus 6 10 by 5 root 6 cancel ചെയ്താൽ we get 2 by root 6 അല്ലേ? 2 by root 6നെ വേണമെങ്കിൽ ഇനി സിംപ്ലിഫൈ ചെയ്യാം. 2 by root 6നെ വേണമെങ്കിൽ root 3 into root 2 എന്ന് എഴുതാം. and I can cancel this അല്ലേ? root of 2 by 3 cos theta is equal to wait എന്തെങ്കിലും പ്രശ്നമുണ്ടോ? any problem here? yes here it is not 5 അല്ല അല്ലേ? 8 4 8 8 9 it is root 17. sorry yes, root 17 root 6. so ഇവിടെ ഞാൻ എഴുതിയ തെറ്റിപ്പോയി. root 17 into root 6 sorry. so ഇവിടെ ബ്രാക്കറ്റ് ആകുമ്പോൾ 2 into 1 2 again 2 plus 6 by root 17 root 6 അല്ലേ? 4 plus 10 by root 17 into root 6. okay, 10 by root 17 root 6. okay, so this is the answer. okay അല്ലേ? ജസ്റ്റ് നമ്മൾ പഠിച്ച കൺസെപ്റ്റുകൾ തന്നെയാണ്, അവർ വേറെ രീതിയിലൊക്കെ ചോദിച്ചു എന്നുള്ളൂ. നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? നമ്മൾ പഠിച്ച കാര്യങ്ങൾ സ്ട്രോങ് ആക്കി വെക്കുക. ഇപ്പോൾ എ ഡോട്ട് ബി ഈ ഒരു ഡോട്ട് പ്രൊഡക്റ്റിനകത്ത് നമ്മൾ പഠിച്ചത് അതിൻ്റെ ഇക്വേഷൻ മോഡ് എ മോഡ് ബി കോസ് തീറ്റ ആൻഡ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് എ മേജർ ഐഡിയ ഹിയർ ടു ഷെയർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So moving on to the last question, 17th one. Question എന്താ പറയുന്നത്? Show that the vectors, 17th question, show that the vectors 2i minus j plus k, 2i minus j plus k, comma I minus 3j minus 5k, I minus 3j minus 5k and 3i minus 4j minus 4k form the vertices of a right angled triangle. Show that the vertex 2i minus j plus k, I minus 3j minus 5k, 3i minus 4j minus 4k. ഇതൊക്കെ പൊസിഷൻ വെക്ടേഴ്സ് ആണ് കേട്ടോ. These are all position vectors of the point A, B and C. A ഡേയും B ഡേയും C ഡേയും പൊസിഷൻ വെക്ടേഴ്സ് വെക്ടർ OA, വെക്ടർ OB, വെക്ടർ OC. These are all position vectors. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? We have to check whether ഈ വെക്ടേഴ്സ് ആർ ഫോമിങ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് ഈ പ്രത്യേകത. ജസ്റ്റ് നോട്ട് ഇഫ് ഈ വെക്ടർ ഇസ് പി ആൻഡ് ദിസ് സൈഡ് ഈസ് റെപ്രസെൻറ്റഡ് വെക്ടർ ക്യൂ ആണെങ്കിൽ ഇവ രണ്ടുപേരുടെ ഇടയിൽ ആംഗിൾ എത്രയാണ്? തീറ്റ അല്ലേ? ദാറ്റ് ഈസ് പി ഡോട്ട് ക്യൂ വിൽ ബി ഈക്വൽ ടു 0 കാരണം തീറ്റ ഈസ് 90 ഡിഗ്രി. അപ്പോൾ അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, സോ വി ഡിഡ് നോ
ഈ പി ക്യൂ എന്ന് പറയുന്ന വെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയില്ല. സോ വി ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ശ്രദ്ധിക്കുക, ഒ എ ഒ ബി ഒ സി ഞാൻ ഓരോ സൈഡായിട്ട് എടുക്കുകയാണ് കേട്ടോ. എ ബി സി ജസ്റ്റ് ഞാനൊരു ട്രയാങ്കിൾ വരച്ചു, എ ബി സി. അപ്പോൾ ഓരോ സൈഡായിട്ട് ഞാൻ എടുക്കുകയാണ്. വാട്ട് വിൽ ബി വെക്ടർ എ ബി? വെക്ടർ എ ബി എങ്ങനെ കണ്ടുപിടിക്കുക? പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ അല്ലേ? സോ ഐ മൈനസ് 2i ഈസ് മൈനസ് ഐ, മൈനസ് 3j മൈനസ് ഓഫ് മൈനസ് ജെ, മൈനസ് 3j പ്ലസ് ജെ വിൽ ബി മൈനസ് 2j, മൈനസ് 5k മൈനസ് k that is minus 6k. വെക്ടർ എ ബി. Okay, what will be vector BC? Vector BC, BC will be vector position vector of C minus position vector of B. 3i minus I will be 2i, minus 4j minus of minus plus I, minus 4j plus 3j is minus j, and minus 4k minus of minus 5k plus I. So we get plus k. And vector AC, what will be vector AC? Yes, vector AC, not minus here. I minus, 3i minus 2i is I, minus 4j minus minus plus, minus 4j plus minus 3j, yes, minus 4k minus 5k is minus 5k. So നമുക്ക് മൂന്ന് സൈഡിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന വെക്ടേഴ്സിനെ കിട്ടി കേട്ടോ. എ ബി, ബി സി ആൻഡ് എ സി. എ ബി, ബി സി ആൻഡ് എ സി കിട്ടിയോ? എ ബി വി ഗോട്ട് ആസ് മൈനസ് ഐ മൈനസ് 2j മൈനസ് 6k, ബി സി 2i മൈനസ് j plus k, and AC I got as I minus 3j minus 5k. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് എന്ന് നോക്കുക. ഏതിനെങ്കിലും രണ്ട് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്ത് നോക്കാം. ഐ എം ടേക്കിംഗ് എ ബി ആൻഡ് ബി സി. എ ബി ഡോട്ട് ബി സി എടുത്ത് നോക്കാം കേട്ടോ. എ ബി ഡോട്ട് ബി സി, എ ബി ഡോട്ട് ബി സി എടുത്ത് നോക്കൂ. എ ബി ഡോട്ട് ബി സി എടുത്ത് നോക്കുന്ന സമയത്ത് എന്ത് വരും? മൈനസ് 1 ഇൻറ്റു 2 ഈസ് മൈനസ് 2, മൈനസ് 2 ഇൻറ്റു മൈനസ് 1 വിൽ ബി പ്ലസ് 1, minus 6 into 1 will be minus 6, which is not equal to 0. 0 വരുമോ? എത്ര വരും? minus 2 minus 1 minus 5 വരും അല്ലേ? So we are not getting 0. That means AB BC തമ്മിലുള്ള ആംഗിൾ is not 0. Now consider AC dot AB അല്ലേ? AC dot AB എടുത്ത് നോക്കാം. AC dot AB എടുത്ത് നോക്കി കഴിഞ്ഞാൽ AC dot AB ഇത് രണ്ടും അല്ലേ? minus 1 into 1 is minus 1, minus 2 into minus 3, minus 2 into minus 3 is plus 6 അല്ലേ? minus 2 into minus 3 is plus 6, and minus 6 into minus 5 is plus 30. Here also നമുക്ക് എത്ര കിട്ടും? 35 ആണ് കിട്ടുന്നത്. Here also AC AB നമുക്ക് കിട്ടുന്നില്ല. And last നമുക്ക് ഇനി ഏതാ നോക്കാനുള്ളത്? BC dot AC. BC dot AC ചെയ്ത് നോക്കാം. BC dot AC, BC dot AC ചെയ്ത് നോക്കൂ. യെസ്, 2 into 1 2 അല്ലേ? മൈനസ് 1 ഇൻറ്റു മൈനസ് 3 ഈസ് പ്ലസ് 3, 1 ഇൻറ്റു മൈനസ് 5 ഈസ് മൈനസ് 5 അല്ലേ? ദാറ്റ് ഈസ് 2 പ്ലസ് 3 ഈസ് 5, 5 മൈനസ് 5 ഈസ് 0. ദാറ്റ് മീൻസ് ബി സി അല്ലേ? ബി സി ആൻഡ് വാട്ട് അബൌട്ട് ബി സി ആൻഡ് എ സി അല്ലേ? സി എ. ഓക്കെ, എ സി. സോ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആംഗിൾ ഈസ് 90 ഡിഗ്രി. സോ നമുക്ക് എന്ത് കൺഫൈൻ ചെയ്യാം? എ ബി സി വെച്ചുണ്ടാകുന്ന ട്രയാങ്കിൾ ഈസ് എന്താണ്? യെസ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. നമുക്ക് പ്രൂവ് ചെയ്തില്ലേ? രണ്ട് സൈഡ് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി അല്ലേ? രണ്ട് സൈഡ് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ ഇത് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് 0 കിട്ടാൻ ഇവർ രണ്ടുപേരുടെ ആംഗിൾ എന്താണ്? 0. അപ്പോൾ ഇതിനി ട്രയാങ്കിൾ ആവാനുള്ള ഒരേ കണ്ടീഷൻ ക്ലോസിങ് സൈഡ് ഈസ് ദിസ്. സോ we can conclude that yes, these three sides can form a right angled triangle. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഡോട്ട് പ്രൊഡക്റ്റിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ലാസ്റ്റ് സെക്ഷനാണ് ഇനി അടുത്തത്. വി ആർ മൂവിങ് ഓൺ ടു അവർ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ലെസൺ. ഓക്കെ, ഞാൻ പറഞ്ഞു വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. ഒരു മെത്തേഡ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ദാറ്റ് ഈസ് ഡോട്ട് പ്രൊഡക്റ്റ്. ആൻഡ് അനദർ മെത്തേഡ്, ലാസ്റ്റ് മെത്തേഡ് ഈസ് വെക്റ്റർ പ്രൊഡക്റ്റ് അഥവാ ക്രോസ് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ അപ്പാർട്ട് ഫ്രം സ്കെയിലാർ പ്രൊഡക്റ്റ്, ഡോട്ട് പ്രൊഡക്റ്റ് നമുക്ക് ചെയ്തപ്പോൾ രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് നമുക്ക് ചെയ്തപ്പോൾ വി ഗോട്ട് എ സ്കെയിലാർ ക്വാണ്ടിറ്റി, ഒരു നമ്പറാണ് നമുക്ക് കിട്ടിയത് അല്ലേ? ഇപ്പോൾ ഇവിടെ വെക്ടേഴ്സ് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്നു, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ വി ഗെറ്റ് എ വെക്റ്റർ, നമുക്കൊരു വെക്റ്റർ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ കൺസിഡർ ദിസ് ഈസ് എ വെക്റ്റർ എ ആൻഡ് ദിസ് ഈസ് എ വെക്റ്റർ ബി ആൻഡ് theta is the angle between them. Okay, now
വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി കേട്ടോ. ക്രോസ് പ്രൊഡക്റ്റിൻ്റെ സിമ്പലാണെന്ത്? ക്രോസ്. എ ക്രോസ് ബി. അപ്പോൾ വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ഈസ് ഗിവൺ ആസ്, ശ്രദ്ധിക്കുക, വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ഈസ് ഗിവൺ ആസ് മോഡ് എ മോഡ് ബി, നേരത്തെ കോസ് തീറ്റ ആയിരുന്നു, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് സൈൻ തീറ്റ. ഓക്കെ, ശ്രദ്ധിക്കുക, മോഡ് എ സോറി എ ക്രോസ് ബി ഈസ് ഗിവൺ ആസ് എ ക്രോസ് ബി ഈസ് ഗിവൺ ആസ് എ ക്രോസ് ബി ഈസ് ഗിവൺ ആസ് എന്താണ്? യെസ്, എ മോഡ് എ മോഡ് ബി സൈൻ തീറ്റ. എ ക്രോസ് ബി ഈസ് ഗിവൺ ആസ് മോഡ് എ മോഡ് ബി സൈൻ തീറ്റ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? ക്രോസ് പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ, രണ്ട് വെക്ടേഴ്സിനിടയിൽ ക്രോസ് പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ വി വിൽ ഗെറ്റ് അനദർ വെക്റ്റർ, നമുക്ക് വേറൊരു വെക്ടറാണ് കിട്ടുക അല്ലേ? ബട്ട് സിൻസ് ഇവിടെ നോക്കിയേ, ഇവിടെ മോഡ് എ എന്ന് പറയുന്നതും ഒരു കോൺസ്റ്റൻ്റ് ആണ്, മോഡ് ബി എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, കോൺസ്റ്റൻ്റ് ആണ്, സൈൻ തീറ്റ ഈസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ് അല്ലേ? ഇപ്പോൾ വേർ ഈസ് ദാറ്റ് വെക്ടർ ക്വാണ്ടിറ്റി? എ ക്രോസ് ബി ചെയ്താൽ നമുക്ക് വെക്ടർ കിട്ടണ്ടേ? സോ ഇൻ ഓർഡർ ടു ഡിനോട്ട് ദാറ്റ് ദിസ് ഇസ് എ വെക്ടർ, ഇതൊരു വെക്ടറാണ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി വി വിൽ ഗീവ് എ എൻ ക്യാപ്പ് ഡയറക്ഷൻ. ഓക്കെ, ഒരു യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നു. ഇൻ ഓർഡർ ടു സ്റ്റേറ്റ് ദാറ്റ് നമുക്ക് എ ക്രോസ് ബി ചെയ്യുമ്പോൾ വെക്ടർ കിട്ടുന്നത് യെസ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? എൻ ക്യാപ്പ് കൊടുക്കുന്നത്. ഓക്കെ, നൗ അനദർ കണ്ടീഷൻ ടു നോട്ട് ദാറ്റ് എയും ബിയും ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ആളില്ലേ, ഇയാളൊരു വെക്ടറാണ് അല്ലേ? ഇപ്പോൾ ഒരു വെക്ടർ ആണെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കിവിടെ അറിയാം, മോഡ് എ മോഡ് ബി സൈൻ തീറ്റ അല്ലേ? ആൻഡ് വി ഹാവ് ടു നോ ഇറ്റ്സ് ഡയറക്ഷൻ. വെക്ടർ ആണെങ്കിൽ യെസ് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും അല്ലേ? സോ ദ ഡയറക്ഷൻ ഓഫ് ദിസ് വെക്ടർ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ കണ്ടെയ്നിങ് എ ആൻഡ് ബി. നമ്മൾ എടുക്കുന്ന ഈ വെക്ടേഴ്സില്ലേ, വെക്ടർ എയും ബിയും, ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആര്? എ ക്രോസ് ബി ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്ടർ ഈ ആൾ ഉണ്ടാവുക. ദാറ്റ് ഈസ് ഇപ്പോൾ എയും ബിയും ഒക്കെ ഉള്ളത് ഈ പ്ലെയിനിലാണ് അല്ലേ? ഇപ്പോൾ എ ക്രോസ് ബി ചെയ്ത് കിട്ടുന്ന വെക്ടർ, ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കിട്ടുന്ന വെക്ടർ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ. ഒന്നുകിൽ ഇങ്ങോട്ടേക്ക് ആയിരിക്കും, ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും. ഓക്കെ, ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ കണ്ടെയ്നിങ് എ ആൻഡ് ബി. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബി ഈസ് ഗിവൺ ആസ് മോഡ് എ മോഡ് ബി സൈൻ തീറ്റ എൻ ക്യാപ്പ്. മോഡ് എ മോഡ് ബി സൈൻ തീറ്റ എൻ ക്യാപ്പ്. ആ എൻ ക്യാപ്പ് എന്തിനാണ് ഞാൻ കൊടുക്കുന്നത്? ഇൻ ഓർഡർ ടു ഡിനോട്ട് ദാറ്റ് വി ആർ ഗെറ്റിംഗ് എ വെക്ടർ ഹിയർ. ഓക്കെ, ആൻഡ് ദിസ് വെക്ടർ ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ കണ്ടെയ്നിങ് എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, മോഡ് എ മോഡ് ബി സൈൻ തീറ്റ എൻ ക്യാപ്പ്. ഓക്കെ, സോ ഇൻഫാക്ട് ഇപ്പോൾ നേരത്തെ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റിനകത്തും വെക്ടേഴ്സ്, വെക്ടർ എ ഈസ് ഈക്വൽ ടു a1i b1j c1k, വെക്ടർ b is equal to a2i b2j c2k. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കമ്പോണൻറ്റ് ഫോമിലാണ് തന്നിട്ടുള്ളത് ആൻഡ് വി ആർ നോട്ട് പ്രൊവൈഡഡ് വിത്ത് ദി ആംഗിൾ തീറ്റ തന്നിട്ടില്ല എങ്കിൽ ഹൗ ടു ഫൈൻഡ് എ ക്രോസ് ബി നമുക്ക് കണ്ടുപിടിക്കുന്നത് വി ആർ ഫൈൻഡിങ് ഔട്ട് യൂസിങ് ഡിറ്റർമിനൻറ്റ്സ്. ഓക്കെ, ഇപ്പോൾ ഡിറ്റർമിനൻ്റ് ഫസ്റ്റ് നമുക്കൊരു 3/3 ഡിറ്റർമിനാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഫസ്റ്റ് റോയിൽ SIJK റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ദെൻ സെക്കൻഡ് റോയിൽ വി ഹാവ് ടു റൈറ്റ് ദി കോഎഫിഷ്യൻസ് ഓഫ് ദി വെക്ടർ എ അല്ലേ? സ്കെയിലാർ കമ്പോണൻസ് ഓഫ് ദി വെക്ടർ എ ആരൊക്കെയാണ്? A1 B1 C1. തേർഡ് റോ A2 B2 C2. ആൻഡ് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ നമുക്കറിയാം അല്ലേ? ഫസ്റ്റ് കോളം I ഇൻറ്റു മൈനർ മൈനസ് J ഇൻറ്റു ഇറ്റ്സ് മൈനർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ഇത്രയുമാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്? സ്കെയിലാർ പ്രൊഡക്റ്റിനകത്ത് പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്തായിരിക്കും? വേറൊരു വെക്ടർ ആയിരിക്കും അല്ലേ? ആ വെക്ടറിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ദീസ് ടു വെക്ടേഴ്സ്. ഈ രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇനി ഈ സെക്ഷനകത്ത് നമുക്ക് പറയാനുള്ള വേറെ രണ്ട് കണ്ടീഷൻ. ഇഫ് എ ആൻഡ് ബി അല്ലേ അഡ്ജസ്റ്റൻറ്റ്, ഒരു വെക്ടർ എയും വെക്ടർ ബിയും ക്രോസ് പ്രൊഡക്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം.
ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. ഓക്കെ, ഇവിടെ വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ആർ ഫോമിങ് adjacent side, are represented by adjacent sides of a triangle. അല്ലേ, ഒരു ട്രയാങ്കിളിലെ അഡ്ജസൻറ്റ് സൈഡായിട്ട് ആര് വരുന്നു? വെക്റ്റർ എയും വെക്റ്റർ ബിയും വരുന്നു. ദെൻ ഇറ്റ്സ് ഏരിയ ക്യാൻ ബി ഡിറ്റർമിൻഡ് ആസ്, ശ്രദ്ധിക്കുക, 1/2 മോഡുലസ് ഓഫ് എ ക്രോസ് ബി. 1/2 മോഡുലസ് ഓഫ് എ ക്രോസ് ബി. വേറെ പ്രൂഫും കാര്യങ്ങളൊന്നും വേണ്ട, പഠിക്കാം കേട്ടോ. ഇപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് എ ആൻഡ് ബി ഉണ്ടെങ്കിൽ ഇത് ട്രയാങ്കിൾ അഡ്ജസൻറ്റ് സൈഡ് ആണെങ്കിൽ യെസ്, അതിൻ്റെ ഏരിയ എങ്ങനെ വരും? എ ക്രോസ് ബി അല്ലേ. ഇപ്പം ഇവിടെ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ കൂടി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോം എ പാരലലോഗ്രാം അല്ലേ. പാരലലോഗ്രാം ആയില്ലേ, വെക്റ്റർ എ വെക്റ്റർ ബി. ഓക്കെ, ഇപ്പോൾ ഈ 1/2 മാറ്റി കഴിഞ്ഞാൽ എന്തായി? മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദി ഏരിയ ഓഫ് ദി പാരലലോഗ്രാം ഫോംഡ് ബൈ വെക്റ്റേഴ്സ് എ ആൻഡ് ബി ആസ് ഇറ്റ്സ് അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ട്രയാങ്കിളിൻ്റെ ഏരിയ അതുപോലെ തന്നെ പാരലലോഗ്രാമത്തിൻ്റെ ഏരിയ ഒക്കെ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് വെച്ച് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് നമ്മളിവിടെ ഡിപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് സ്ട്രൈറ്റ് വേ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. Find A cross B. Find A cross B. This is exercise 10.4 കേട്ടോ. Find A cross B if A നമുക്ക് തന്നിട്ടുണ്ട്, A is equal to I minus 7j plus 7k and vector B is equal to 3i minus 2j plus 2k. രണ്ട് വെക്റ്റേഴ്സ് എ ബി. ഓക്കെ, സോ എ ക്രോസ് ബി കാണണം. എ ക്രോസ് ബിയുടെ മോഡുലസ് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അത് മറക്കരുത്, എ ക്രോസ് ബിയുടെ മോഡുലസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് എ ക്രോസ് ബി ചെയ്താൽ നമുക്കൊരു വെക്ടറാണ് കിട്ടുക. യെസ്, ആ വെക്ടറിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസസ് പിള്ളേരെല്ലാവരും ഇത് കണ്ടുപിടിച്ച് വെക്കും, എ ക്രോസ് ബി കണ്ടുപിടിച്ച് വെക്കും, ഒരു വെക്ടർ കണ്ടുപിടിച്ച് വെക്കും കേട്ടോ. അര മാർക്ക് ടീച്ചർ കുറയ്ക്കും. എന്തുകൊണ്ടാണ്? യു ഹാവ് ടു ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വെക്ടർ ഓൾസോ. ഓക്കെ, സോ ശ്രദ്ധിക്കുക, നമുക്കിവിടെ ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല അല്ലേ. സോ നമുക്ക് ഡിറ്റർമിനൻറ്റ്സ് വെച്ചാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് വരയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് റോയിൽ യു ഷുഡ് റൈറ്റ് I, J, K, നമ്മുടെ യൂണിറ്റ് വെക്ടേഴ്സ് ഇൻ ഡയറക്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആക്സിസ്. നൗ സെക്കൻഡ് റോയിനകത്ത് എ വെക്റ്റർ എയുടെ സ്കെയിലാർ കോമ്പോണൻസ് ചെയ്താൽ കേട്ടോ. ഐയുടേത് 1 -7 1 3 -2 2. ഓക്കെ, ഇനി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാമല്ലോ. I ഇൻറ്റു I വരുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്യുക. -7 × 2 -14 +2 വരും. -j ഇൻറ്റു എന്ത് വരും? ജെ വരുന്ന റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ 1 × 2 2 2 -3 അല്ലേ. പ്ലസ് കെ ഇൻറ്റു കെ വരുന്ന റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ -2 -21 ഇറ്റ് വിൽ ബി +21. ഓക്കെ, സോ വി ഗെറ്റ് -14 + 2 എന്ന് പറയുന്നത് -12i. -2 - 3 is -j അല്ലേ. +j ഇവിടെ +19k. സോ എ ക്രോസ് ബി ഞാൻ ചെയ്തു. എനിക്ക് എൻ്റെ കയ്യിൽ ആംഗിൾസ് ഒന്നുമില്ല അല്ലേ, ആംഗിൾസ് ഒന്നുമില്ല. ഇനി പ്രശ്നമുണ്ടോ? -72 സോറി, ഇവിടെ 7 ആണല്ലേ. 1 - 7 it is 7. So we get it is 14. Sorry. Yes. അപ്പോൾ എ ക്രോസ് ബി ഞാൻ ചെയ്തു. ആംഗിൾ എനിക്ക് തന്നിട്ടില്ല. തീറ്റ ഈസ് നോട്ട് അവൈലബിൾ അല്ലേ. തീറ്റ തന്നിട്ടില്ലാത്തതുകൊണ്ട് വി വിൽ ഗോ ഫോർ ഡിറ്റർമിനൻറ്റ് മെത്തേഡ് വെച്ച് കണ്ടുപിടിച്ചു. ആൻഡ് ഐ ഗോട്ട് എ ക്രോസ് ബി ആസ് എന്ത് കിട്ടി? എ ക്രോസ് ബി ആസ് എ ക്രോസ് ബി ചെയ്തപ്പോൾ എനിക്കൊരു വെക്ടറാണ് കിട്ടുന്നത് അല്ലേ. വാട്ട് ഈസ് ദാറ്റ് വെക്ടർ? വെക്ടർ ക്വാണ്ടിറ്റീസ് 19j + 19k. ദിസ് ഈസ് 7 അല്ലേ. ജെ എടുത്തു കഴിഞ്ഞാൽ 21. 19j
19j പ്ലസ് 19k എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് വെക്റ്റേഴ്സ് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് അനദർ വെക്റ്റർ 19j പ്ലസ് 19k. ആൻഡ് ഈ 19j പ്ലസ് 19k ഈ വെക്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെക്റ്റർ എക്കും വെക്റ്റർ ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. Now what is modulus of a cross b? A cross b യുടെ modulus എന്ത് വരും? We have to square root അല്ലേ 19 square plus 19 square. Okay, that will be a cross b യുടെ modulus. A cross b യുടെ modulus that will be coming on 19 root 2 I think. Yes. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. So this was our first question. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Find a unit vector. Find a unit vector find a unit vector to each of the vectors a plus b, a minus b, where a is equal to 3i plus 2j plus 2k, 3i plus 2j plus 2k, and vector b is equal to I plus 2j minus 2k. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? രണ്ട് വെക്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി അല്ലേ. സോ ഹിയർ വി ഹാവ് ടു ഫൈൻഡ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് ഏത് എ പ്ലസ് ബിക്കും എ മൈനസ് ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ എ പ്ലസ് ബി അല്ലേ, രണ്ട് വെക്റ്റേഴ്സ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് അനദർ വെക്റ്റർ, വെക്റ്റർ സി. ഓക്കെ, എ മൈനസ് ബി രണ്ട് വെക്റ്റേഴ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? വേറൊരു വെക്ടറാണ് വെക്റ്റർ ഡി. ഓക്കെ, അപ്പോൾ വെക്റ്റർ സിക്കും വെക്റ്റർ ഡിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു വെക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്, അതാണ് ക്വസ്റ്റ്യൻ. സോ എങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്കറിയാം രണ്ട് വെക്റ്റേഴ്സ് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വെക്ടർ കിട്ടും. ആൻഡ് ദാറ്റ് വെക്ടർ വിൽ ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് ഓഫ് ദാറ്റ് പ്രീവിയസ് ടു വെക്ടേഴ്സ് അല്ലേ. ഇപ്പോൾ സിയും ഡിയും ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, സി ക്രോസ് ഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ വെക്റ്റർ ഇ എന്ന് പറയുന്നൊരു വെക്ടർ കിട്ടും. ആൻഡ് ദാറ്റ് വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് സി ആൻഡ് ഡി. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസെപ്റ്റ് സെയിം ആണ് കേട്ടോ, സെയിം കൺസെപ്റ്റ്. ഇപ്പോൾ ഫസ്റ്റ് എ പ്ലസ് ബി എന്നുള്ള വെക്ടർ കണ്ടുപിടിക്കാം. വാട്ട് ഈസ് എ പ്ലസ് ബി? എ പ്ലസ് ബി വിൽ ബി രണ്ടും പ്ലസ് ചെയ്യുക അല്ലേ, കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് പ്ലസ് ചെയ്യുക. 4i പ്ലസ് 4j 2k minus 2k 0. What is a minus b? A minus b 3i minus I is 2i, 2j minus 2j is 0j, and 2k minus of minus 2k will be 4k. So നമുക്ക് രണ്ട് വെക്റ്റേഴ്സ് കിട്ടി അല്ലേ, എ പ്ലസ് ബി എ മൈനസ് ബി. ഓക്കെ, എ പ്ലസ് ബി എ മൈനസ് ബി. അപ്പോൾ ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എ പ്ലസ് ബി എന്നുള്ള വെക്ടറിനെയും എ മൈനസ് ബി എന്നുള്ള പറയുന്ന വെക്ടറിനെയും നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യണം അല്ലേ. ഈ രണ്ട് വെക്ടറും ക്രോസ് പ്രൊഡക്റ്റ് ചെയ്താൽ കിട്ടുന്ന വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ പ്ലസ് ബി അതുപോലെ എ മൈനസ് ബി. എങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക? നമുക്കിതിന് ആംഗിളൊന്നും തന്നിട്ടില്ല അല്ലേ. സോ വിൽ ഗോ ഫോർ ഡിറ്റർമിനൻറ്റ്സ് ഐ ജെ കെ. ഓക്കെ, ഇനി സെക്കൻഡ് റോയിനകത്ത് വാട്ട് യു ഷുഡ് ഹാവ് റൈറ്റ്? നമ്മൾ എന്താണ് എഴുതേണ്ടത്? സെക്കൻഡ് റോയിനകത്ത് നമ്മൾ എന്ത് എഴുതണം? യെസ്, സെക്കൻഡ് റോയിനകത്ത് എ പ്ലസ് ബി വെക്ടറിൻ്റെ കോഎഫിഷ്യൻസ് അല്ലേ, 4 4 0. ആൻഡ് തേർഡ് റോയിനകത്ത് നമ്മൾ എന്തൊക്കെ എഴുതണം? യെസ്, 2 0 4 2 0 4. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ യെസ് എലിമിനേറ്റഡ് 4 16 minus 0 it will be 16. So 16i minus j into yes, can say the 4 into 4 16 again minus 0 16j. k വരുന്ന കോളം ഞാൻ ഒഴിവാക്കി. ഓക്കെ, 0 into 4 is 0, minus 2 into 4 is 8 അല്ലേ. So we get minus 8k. 16i minus 16j minus 8k. 16i minus 16j minus 8k. ഓക്കെ, സോ നമുക്ക് കിട്ടി വെക്ടർ അല്ലേ, what 16i minus 16j minus 8k, and this vector is perpendicular to both this and this. ഓക്കെ, ഇപ്പോൾ നിരന്തരം ചോദിച്ച് കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. യു വിൽ ബി പ്രൊവൈഡഡ് രണ്ട് വെക്ടേഴ്സ് തരും,
and you have to find a vector which is perpendicular to both of them. അല്ലേ? അപ്പോൾ രണ്ട് വെക്ടേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്ടർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അവർ രണ്ടുപേരും എന്ത് ചെയ്യുക? ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക. ഓക്കെ, so moving on to third question. Third question എന്താ പറയുന്നത്? If a unit vector A makes angle pi by 3 with I. Unit vector A makes angle pi by 3 with I, pi by 4 with J, and an acute angle theta with K. Okay, find theta. We have to find the value of theta, and also the components of A, okay. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇറ്റ് ഇസ് നമ്മൾ തുടക്കത്തിൽ പഠിച്ച ഒരു റിലേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹിയർ നമുക്ക് ഒരു യൂണിറ്റ് വെക്ടർ തന്നിട്ടുണ്ട് അല്ലേ? യൂണിറ്റ് വെക്ടർ എ, അതായത് ദിസ് മാഗ്നിറ്റ്യൂഡ് ഈസ് 1. ഓക്കെ, ആൻഡ് ഈ വെക്ടർ ഐയുമായി ഉണ്ടാക്കുന്നെങ്കിൽ പൈ ബൈ 3, ജെയുമായി ഉണ്ടാക്കുന്ന പൈ ബൈ 4, കെയുമായി ഉണ്ടാക്കുന്നെങ്കിൽ തീറ്റ. ആൻഡ് ഐ ഹോപ്പ് വാട്ട് ഈസ് ഐ ജെ കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിശ്വസിക്കുന്നു. എന്താ ഐ ജെ കെ? ഐ മീൻസ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് അല്ലേ? ഇപ്പോൾ ആക്ച്വലി എക്സ് ആക്സിസിലാണ് ഐ ഉള്ളത്. ഇപ്പോൾ എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ത്? പൈ ബൈ 3. ഓക്കെ, എ എന്ന് പറയുന്ന വെക്ടർ എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്നതാണ് പൈ ബൈ 3, ആൻഡ് ദറ്റ് ആംഗിൾ ഈസ് കോൾഡ് ആൽഫ അല്ലേ? എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ അത് ആൽഫ അല്ലേ? ആൽഫ ഐ ഗോ ഇറ്റ് ആസ് പൈ ബൈ 3. വൈ ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ which is given as pi by 4, and gamma we don't know, we have to find theta. Okay, so നമ്മളൊരു റിലേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? റിലേഷൻ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ് റിലേഷൻ? L square plus m square plus n square which is equal to 1. Yes, cos square alpha, cos square beta, cos square gamma is equal to 1. So substituting L square അല്ലേ? cos square pi by 3, that is cos pi by 3 whole square, cos pi by 4 whole square, and this we don't know, cos gamma whole square which is equal to 1. Okay, for cos pi by 3 we know 60, cos 60 യുടെ വാല്യൂ എത്രയാണ്? 1/2 അല്ലേ? 1/2 whole square. cos 60 യുടെ വാല്യൂ 1/2 whole square will be 1/4. Okay, here cos pi by 4 is 1/√2, 1/√2 square is 1/2. Fine, and here cos square gamma നമുക്കറിയില്ല, cos gamma whole square എനിക്കറിയില്ല, I am putting as 1. എത്രയാണ്? 1/4 plus 1/2, അരയും കാലും ചേർന്ന് 3/4 അല്ലേ? അപ്പോൾ cos gamma whole square is equal to 1 minus 3/4 which is equal to 1/4. So cos gamma will be 1/2. ഇപ്പോൾ കോസ് എത്ര ഡിഗ്രിയാണ്? 1/2. യെസ്, വി നോ ദാറ്റ് cos gamma, cos 60 അല്ലേ? പൈ ബൈ 3 ആണ് എന്ത് വരിക? ഗാമ വാല്യൂ. ഓക്കെ, cos 60 അല്ലേ 1/2. സോ ഗാമ വാല്യൂ ഈസ് പൈ ബൈ 3 അല്ലേ? സോ തീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടി. തീറ്റ എന്ന് പറയുന്നത് കെയുമായി ഉണ്ടാക്കുന്ന ആംഗിൾ, ദാറ്റ് ഈസ് ഗാമ വിച്ച് ഈസ് പൈ ബൈ 3. ഓക്കെ, നൗ ദി സെക്കൻഡ് പാർട്ട് വി ഹാവ് ടു ഫൈൻഡ് ദി കമ്പോണൻസ് ഓഫ് എ. കമ്പോണൻസ് ഓഫ് എ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ വെക്റ്റർ എയുടെ കമ്പോണൻറ്റ് ഫോം അല്ലേ? വെക്റ്റർ എയുടെ കമ്പോണൻറ്റ് ഫോം നമ്മളിങ്ങനെ എഴുതാം. യെസ്, വെക്റ്റർ എയുടെ കമ്പോണൻറ്റ് ഫോം. വാട്ട് അബൌട്ട് വെക്റ്റർ എ? ഇവിടെ യെസ്, വെക്റ്റർ എയുടെ കമ്പോണൻറ്റ് ഫോം വിൽ ബി xi plus yj plus zk ആണല്ലോ അല്ലേ? സോ വി നോ ദാറ്റ് ഇവിടെ കോസ് ആൽഫയുടെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? എന്താ? x/r എന്നായിരുന്നു. x/r എന്നായിരുന്നു അല്ലേ? ഹിയർ ഇവിടെ നമുക്ക് x കിട്ടും. x വിൽ ബി യെസ് cos alpha into r അല്ലേ? സിമിലർലി y വിൽ ബി എന്തായിരിക്കും? cos beta into r, and z will be yes cos gamma into r.
Okay, so here cos alpha, what is cos alpha? Alpha is pi by 3, so cos alpha will be 1 by 2 അല്ലേ. ആൻഡ് വാട്ട് ഈസ് ആർ? ആർ എന്ന് പറയുന്നത് ഈ വെക്ടറിൻ്റെ എ എന്ന് പറയുന്ന വെക്ടറിൻ്റെ മോഡുലസ് ആണ്, മാഗ്നിറ്റ്യൂഡ് ആണിത് ആർ അല്ലേ. ആർ ഇത് യൂണിറ്റ് വെക്ടർ അല്ലേ, യൂണിറ്റ് വെക്ടർ ആണ്, ഈ മാഗ്നിറ്റ്യൂഡ് ഈസ് 1, സോ 1 by 2 ഇറ്റ് സെൽഫ്. സെൻ വാട്ട് അബൌട്ട് വൈ ബി? വൈ കോസ് ബീറ്റ ഇൻറ്റു ഗാമ, കോസ് ബീറ്റ എന്ത് വരും? 1 by √2 വരും അല്ലേ. ആൻഡ് കോസ് ഗാമ വിൽ ബി അഗൈൻ 1 by 2. ഓക്കെ, ആർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ? ആർ വാല്യൂ ഇസ് 1 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. സോ അഗൈൻ റൈറ്റ് കോമ്പണൻറ്റ് ഫോം ഓഫ് എ ആസ് എക്സ് ഐ. എക്സ് ആരാണ്? 1 by 2 അല്ലേ. എക്സ് കോസ് ആൽഫ ഇൻറ്റു ആർ എത്ര? 1 by 2 അല്ലേ. 1 by 2 ഐ പ്ലസ് വൈ എത്രയാണ്? 1 by √2 ജെ പ്ലസ് 1 by 2 കെ. ഓക്കെ, സോ ദിസ് ഈസ് ദി ക്വസ്റ്റ്യൻ ആൻഡ് ദിസ് വി ഹാവ് ഡൺ ഇറ്റ്. നമുക്ക് വെക്റ്റർ എയുടെ കോമ്പോണൻസ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഹാവ് ഡൺ അതിനെ കോമ്പോണൻറ്റ് ഫോമിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ ഒരിക്കലും മറക്കരുത്. ഏത്? L² പ്ലസ് M² പ്ലസ് N² 1 വരുന്ന കണ്ടീഷൻ മറക്കരുത് കേട്ടോ. കാരണം അത് വെച്ചാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്തത്. ഓക്കെ, ആൻഡ് ദിസ് ഓൾസോ കോസ് ആൽഫ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ദാറ്റ് എക്സ് ബൈ ആർ. ആർ എന്ന് പറയുന്നത് നമ്മുടെ വെക്ടറിൻ്റെ മോഡുലസ് ആണ്. ഓക്കെ, seventh question of exercise 10.4. exercise 10.4 seventh question ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എല്ലാവരും ക്വസ്റ്റ്യൻ എടുത്ത് വയ്ക്കുക. 10.4 seventh question. Let the vectors a, b and c, let the vectors a, b and c be given as vector a is equal to a1i, a2j, a3k. vector b is equal to b1i, b2j, b3k, and vector c is equal to c1i, c2j, c3k. okay, then show that on question a cross b plus c, that is vector a cross b plus c is equal to a cross b plus c is equal to a cross b plus a cross b plus a cross c. Okay, so this is our question. നമുക്ക് 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. that is vector a is equal to a1i plus a2j plus a3k, and second vector b is equal to this, and third vector is this. നമുക്ക് അത് പ്രൂവ് ചെയ്യേണ്ടത്, we have to prove this statement അല്ലേ. a cross b plus c, അതായത് b plus c എന്ന് പറഞ്ഞാൽ this is b and this is c. ഈ b plus c ചെയ്യാൻ അറിയാലോ. how to add two vectors, എങ്ങനെയാണ് രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യാം? ജസ്റ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് i, j, k അതിൻ്റെ കോഎഫിഷ്യൻസ് ആഡ് ചെയ്യാം. ഓക്കെ, സോ b plus c ചെയ്യുമ്പോൾ നമുക്കൊരു വെക്ടർ കിട്ടും അല്ലേ. അപ്പോൾ അതും എയും ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ we will get ഇങ്ങനെ കിട്ടുന്നുണ്ടോ എന്നാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. ഓക്കെ, സോ ജസ്റ്റ് നമുക്ക് a cross ഫസ്റ്റ് b plus c ചെയ്ത് നോക്കാം അല്ലേ. what will be b plus c? കറസ്പോണ്ടിങ് i, j, k യുടെ കോഎഫിഷ്യൻസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ here it is b1, here it is c1, so b1 plus c1 i അല്ലേ, b2 plus c2 j, and last b3 plus c3 k. okay, now what will be vector a cross b plus c? എന്ത് വരും a cross b plus c? yes, vector a എന്ന് പറയുന്നത് it is this vector a1i plus a2j plus a3k അല്ലേ. b plus c എന്ന് പറയുന്നത് ഈ വെക്ടർ ആണ്. ഓക്കെ, ഇത് രണ്ടും ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we know that a cross b യുടെ ഇക്വേഷൻ എന്തായിരുന്നു? mod a
mod b sin theta n cap where theta is given. Then ഇപ്പോൾ ഇവിടെ ആംഗിൾ തന്നിട്ടില്ല, theta is not given. theta തന്നിട്ടില്ല എങ്കിൽ how can we find that a cross b? എങ്ങനെ a cross b കണ്ടുപിടിക്കുക? Yes, we can go for determinants അല്ലേ? അപ്പോൾ ഡിറ്റർമിനൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഫസ്റ്റ് റോയിനകത്ത് I will write the unit vectors I, j and k. Okay, now second row you have to write the scalar components of the vector a. Vector a യുടെ scalar components. So this is my vector a അല്ലേ? അതിന്റെ scalar components ഏതൊക്കെയാ? a1 a2 a3. Okay, now third row you have to write the scalar components of second vector എന്ന് പറയുന്നത് b plus c ആണ് അല്ലേ? അപ്പോൾ അതിന്റെ scalar components ഏതൊക്കെ വരും? b1 plus c1 b2 plus c2 yes b3 plus c3. Okay, so we know that determinants and properties നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? Here ഈ third row നകത്ത് we get sum of two numbers അല്ലേ? b1 plus c1 b2 plus c2 b3 plus c3 അല്ലേ? So we can split this determinant. ഈ determinant split ചെയ്യാം. How? I, j, k, a1 a2 a3 b1 b2 b3. This is one determinant plus അടുത്തതാണ് I, j, k, a1 a2 a3 അടുത്താണ് c1 c2 c3. Okay, now please look into these two determinants അല്ലേ? ഇത് it is similar to this. ഇവിടെയും ഒരു എന്താ പറയുക, നമുക്ക് ഡിറ്റർമിനൻസ് ആയതുകൊണ്ട് തന്നെ we can express this as the yes cross product ആയിട്ട് എഴുതാം അല്ലേ? ഇവിടെ നോക്കിയേ, what is a1 a2 a3? a1 a2 a3 എന്ന് പറയുന്നത് വെക്റ്റർ a യുടെ സ്കേലാർ കോമ്പോണൻസ് ആണ്. b1 b2 b3 എന്ന് പറയുന്നത് വെക്റ്റർ b യുടെ സ്കേലാർ കോമ്പോണൻസ് ആണ്. and here in this first row we have the unit vectors, so it is nothing but what is a cross b അല്ലേ? a cross b എന്ന് പറയുന്ന സാധനം തന്നെയല്ലേ ഈ ഡിറ്റർമിനന്റ്? yes, and here also similarly c1 c2 c3 എന്ന് പറയുന്നത് വെക്റ്റർ c യുടെ സ്കേലാർ കോമ്പോണൻസ് ആണ്. so this determinant is nothing but what is a cross c. so we get as ശ്രദ്ധിക്കുക a cross b plus c അല്ലേ? a cross b plus c എന്നായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, and I got a cross b plus c as sum of അല്ലേ? രണ്ട് ഡിറ്റർമിനൻസ് ആയിട്ട് കിട്ടി. and these two determinants are nothing but എന്താ? a cross b and a cross c. ഇത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? a cross b plus c, a cross b plus c should be equal to a cross b plus a cross c. a cross b plus a cross c. okay, so we have proved. നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് ഇത് ഷോ ദാറ്റ് ആയിരുന്നു ക്വസ്റ്റ്യൻ and I have done this. okay, okay, moving on to our 8th question, exercise 10.4. still it is exercise 10.4. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, if either vector a is equal to 0 means 0 vector, or vector b is equal to 0, then a cross b is 0. Is the converse true? Is the converse എന്ന് പറയുന്നത് എന്താ? നേരെ തിരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് കേട്ടോ. is the converse true? justify your answer with an example. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. നമുക്ക് അതിനുണ്ട് എന്താണ്? ഒന്നുകിൽ വെക്റ്റർ എ ഈക്വൽ ടു 0 അല്ലെങ്കിൽ വെക്റ്റർ ബി ഈക്വൽ ടു 0 ആണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നതാണ് 0 ആണ് അല്ലേ? ദാറ്റ് ഈസ് a cross b ചെയ്ത് കഴിയുമ്പോൾ we will get mod a mod b sin theta n cap. ഇതൊക്കെ വെക്ടർ ആട്ടോ, 0 വെക്ടർ. ഓക്കെ, now either a അല്ലെങ്കിൽ either b, ഒന്നുകിൽ a അല്ലെങ്കിൽ b, ഏതെങ്കിലും ഒരാൾ 0 വെക്ടർ ആയി കഴിഞ്ഞാൽ ഓക്കെ, ഏതെങ്കിലും ഒരാൾ 0 വെക്ടർ ആയി കഴിഞ്ഞാൽ we know that a cross b യുടെ വാല്യൂ will be 0 അല്ലേ? ഇവിടെ a എന്ന ആൾ 0 വെക്ടർ ആയി കഴിഞ്ഞാൽ a യുടെ മാഗ്നിറ്റ്യൂഡ് 0 into this term will be 0. ഇപ്പോൾ ഇൻ കേസ് b ആണെങ്കിൽ b 0 ആയി കഴിഞ്ഞാൽ yes ഇത് കംപ്ലീറ്റ്ലി എന്ത് വരും? 0 വരും. ഓക്കെ, സോ അതിൽ നമുക്ക് ഡൗട്ട് ഇല്ല, അതിൽ നമുക്ക് തർക്കമില്ല. സോ നമ്മളോട് ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ,
ഇതിൻ്റെ കൺവേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അതായത് കൺവേഴ്സ് എന്ന് പറയുന്നത് ഇഫ് എ ക്രോസ് ബി 0 ആണെങ്കിൽ അതായത് ഡസ് ഇറ്റ് മീൻ ദാറ്റ് വെക്റ്റർ എ is equal to 0 or വെക്റ്റർ ബി is equal to 0? ഇത് എപ്പോഴും ശരിയായിരിക്കുമോ എന്നാണ് ചോദ്യം. ഓക്കെ, അതായത് എ ക്രോസ് ബി is 0. എ ക്രോസ് ബി 0 ആണെങ്കിൽ മോഡ് എ is equal to വെക്റ്റർ എ is equal to 0, ബി equal to 0. ഈ കണ്ടീഷൻ ട്രൂ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് എപ്പോഴും ശരിയാണോ എന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എന്താണ്, ഒന്നുകിൽ എ 0 വരാം, ബി 0 വരാം. യെസ്, ബിയും എയോ അല്ലെങ്കിൽ ബിയോ 0 വന്നു കഴിഞ്ഞാൽ എ ക്രോസ് ബി 0 ആണ്. ഓക്കെ, നൗ വി ഹാവ് ടു ഫൈൻഡ് an example that it doesn't satisfy. ഓക്കെ, ഇത് തെറ്റാണ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഒരു എക്സാമ്പിൾ കണ്ടുപിടിക്കണം. ഓക്കെ, so I'm taking two vectors. Vector A is equal to some 2i minus 3j minus 4k. 2i minus 3j minus 4k, and another vector, vector B, and vector B I'm taking it as 2i plus 3j plus 4k. 2i plus 3j plus 4k. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, and we know that ഈ രണ്ട് വെക്ടേഴ്സ് എന്തല്ല, യെസ്, ഈ രണ്ട് വെക്ടേഴ്സ് എന്തല്ല, they are not equal to 0. രണ്ട് വെക്ടേഴ്സും 0 വെക്ടർ ആണ് അല്ലേ, they are having some particular magnitude ഉണ്ട് അല്ലേ. Now if I find a cross b here, a cross b ഞാൻ എടുക്കുന്ന സമയത്ത് how can I find a cross b? Yes, ആംഗിൾ തരാത്തതുകൊണ്ട് we will go for ijk. ഡിറ്റർമിനൻസ് എടുക്കുക. Yes, 2 minus 3, 2 minus 3 minus 4, and here 2 3 4. Okay, 2 minus 3 minus 4 and 2, here it is minus 2, sorry, minus 2 minus 2 3 4. Now ഈ ഒരു ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുമ്പോൾ what will get? Yes, ഇത് രണ്ടും ഐഡന്റിക്കൽ ആണ് അല്ലേ, ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണ്. ഒന്നുകൂടി നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഒന്ന് സോൾവ് ചെയ്യാം. I എടുത്തു കഴിഞ്ഞാൽ yes we get minus 3 into 4 is minus 12. Minus of minus 12 will be minus 12 plus 12 അല്ലേ, minus j into yes എന്ത് വരും, ഒഴിവാക്കിയാൽ 2 into 4 is 8. 8 minus of 8 again 0 plus k into yes drawing color ഒഴിവാക്കിയാൽ 2 into 3 is 6. 6 minus 6. Okay, we are getting a 0 vector അല്ലേ, 0 വെക്ടർ അല്ലേ കിട്ടുന്നത്. സ്റ്റിൽ നമുക്കറിയാം വെക്ടർ എയും വെക്ടർ ബിയും ദേ ആർ നോട്ട് 0. സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്തു, എ ക്രോസ് ബി എന്നുള്ള വാല്യൂ എന്ത് കിട്ടി, 0 കിട്ടി. സോ വി കനോട്ട് സേ ദാറ്റ് ദിസ് കോൺവേഴ്സ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഓക്കെ, അതായത് എ ക്രോസ് ബി 0 ആണെങ്കിൽ ഇറ്റ് ഇംപ്ലൈസ് എയ്തർ വെക്ടർ എ ഈക്വൽ ടു 0, വെക്ടർ ബി ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് അല്ലേ. ഇറ്റ് ഈസ് ഓൺലി ജസ്റ്റ് എ കണ്ടീഷൻ. എ ക്രോസ് ബി 0 ആണെങ്കിൽ ഒരു കണ്ടീഷൻ എന്താ, ഒന്നുകിൽ എ ഒന്നുകിൽ ബി 0 ആവാം. ആൻഡ് അതല്ലാത്ത കേസിൽ എന്ത് വരാം, നമുക്ക് 0 വെക്ടർ കിട്ടാം. ഓക്കെ, സോ ദിസ് ഇസ്, അതായത് ഒരു വെക്ടർ എ is in this direction and considering a vector minus a in this direction, equal magnitude but in opposite direction. അപ്പോൾ അങ്ങനത്തെ രണ്ട് വെക്ടേഴ്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയത്. 2i minus 3j minus 4k. ഇതിപ്പോൾ ഈ ഡയറക്ഷനിലാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്കെയിലർ മൾട്ടിപ്പിൾ ആണ് അല്ലേ. ഇതിനെ ഒരു -1 കൊണ്ട് ഈ വെക്ടറിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ we get this vector. So this vector will be in the opposite direction having same magnitude അല്ലേ. അപ്പോൾ അങ്ങനെ രണ്ട് വെക്ടേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, yes 0. That is we can't find a vector perpendicular to these two. Okay, അപ്പോൾ വെക്ടർ a or വെക്ടർ b 0 ആയി കഴിഞ്ഞാൽ a cross b 0, that is true. പക്ഷേ അതിന്റെ കോൺവേഴ്സ് സ്റ്റേറ്റ്മെന്റ്, that is a cross b 0, if a cross b 0 ആണെങ്കിൽ it implies vector a vector b equal to 0 എന്നത് it is not true. It is only a condition only. കേട്ടോ, there can be situations where a and b not equal to 0, still we are getting their cross product as 0 vector. Okay, so this was our 8th question. So moving on to our next question on exercise 10.4.
ninth question. Okay. The ninth question എത്രയാണ് പറയുന്നത്? Find the area of triangle with vertices. Find the area of triangle with vertices A 1 1 2, B 2 3 5, B 2 3 5, and C 1 3 5. Okay, sorry, 1 5 5. 1 5 5. So we have to find area of triangle formed by these 3 points. ഇപ്പോൾ ഈ 3 പോയിന്റ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, സോ യൂസിങ് വെക്റ്റർ വെച്ചിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം, നമ്മൾ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ബേസിക്കലി തിയറീസ് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ദിസ് ഈസ് എ ട്രയാങ്കിൾ and its adjacent sides are given by a cross vector A and vector B. Okay, ഈ രണ്ട് ട്രയാങ്കിൾ ഇതിൻ്റെ adjacent sides, this is vector C. Okay, A and B. Okay, ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ we can find the area of this triangle, and is equal to half modulus of A cross B. A cross B യുടെ മോഡുലസ് A cross B ചെയ്ത ഒരു വെക്ടർ കിട്ടും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ പകുതിയായിരിക്കും എന്ത് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. So we can proceed with our theory basics. എളുപ്പമാണ്. I am considering this vector ABC. Okay, A 1 1 2, B is 2 3 5, and C is 1 5 5. Okay, what will be vector AB? Vector AB എങ്ങനെ കണ്ടുപിടിക്കുക? Yes, position vector of terminal point OB minus OA. അല്ലേ? അപ്പോൾ position vector of B is nothing but this vector. അല്ലേ? This is 0 0 0. Position vector എന്ത് വരും? 2i 3j 5k. And that of OA എന്ത് വരും? I j 2k. അല്ലേ? സോ രണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2 minus 1 I get as I, 3 minus 1 I get as 2j, and 5 minus 2 I get as 3k, and this is AB. അല്ലേ? What will be vector AC? അല്ലേ? രണ്ട് adjacent sides ആണ് എടുക്കേണ്ടത്. Okay, here AB you can take also BC എടുക്കാം കേട്ടോ. Here I am taking AC. AC യുടെ ഇക്വേഷൻ എന്ത് വരും? Yes, position vector of C minus position vector of A. അല്ലേ? രണ്ട് മൈനസ് ചെയ്താൽ 1 minus 1 you get as 0, so I component ഇല്ല. 5 minus 1 I will get as 4j, 5 minus 2 I will get as 3k. So these are the two vectors AB and AC. So area is given by, അല്ലേ, രണ്ട് adjacent sides രണ്ട് vectors ആയിട്ട് കിട്ടുവാണെങ്കിൽ the area of the triangle formed by them will be equal to 1/2 of yes adjacent side ന്റെ cross product. അല്ലേ, adjacent side AB cross AC. Okay, half into, so I am right. അപ്പോൾ ആദ്യം AB cross AC കണ്ടുപിടിക്കാം. What will be AB cross AC? Vector AB cross vector AC. I j k. What is AB? AB യുടെ coefficients 1 2 3 അല്ലേ, 1 2 3. And that of AC ഇവിടെ I component ഇല്ല, so 0, j is 4 3 അല്ലേ. ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ yes 2 into 3 6, 6 minus 12 is minus 6 അല്ലേ. 2 into 3 6, 6 minus 12 is minus 6, and here expanding along j 1 into 3 3, 3 minus 0 is 0, sorry 3 minus 0 is 3 itself, 3 plus k into k വരുന്ന റോയിങ് കോഡ് ഇതാക്കാം. 1 into 4 is 4, 4 minus 0 is 4. So I got the vector minus 6i minus 3j plus 4k. So this is my vector. അല്ലേ, ഇപ്പം എന്താണ് ഇക്വേഷൻ? എന്താ ഏരിയയുടെ ഇക്വേഷൻ? എന്താ? ഹാഫ് ഓഫ് മോഡുലസ് ഓഫ് എ ബി ക്രോസ് എ സി. അല്ലേ, എ ബി ക്രോസ് എ സി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. വാട്ട് വിൽ ബി ഇറ്റ്സ് മോഡുലസ്? എ ബി ക്രോസ് എ സിയുടെ മാഗ്നിറ്റ്യൂഡ്, അതാണ് ഈ മോഡുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഹൗ ക്യാൻ യു ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ്? യെസ്, റൂട്ട് ഓഫ് ഐയുടെ കോഎഫിഷ്യന്റ് ഈസ് മൈനസ് 6 അല്ലേ. minus 6 whole square plus minus 3 whole square plus 4 whole square. Okay, you know minus 6 is 36, 9 16
ഏരിയ എത്ര വരും? 36 9 45 16 will get us root 61. Okay, root 61. So what will be the area? What will be the area? Area is equal to 1 by 2 times s magnitude of AB cross AC. What is magnitude of AB cross AC? 61 square units. It is area. Alle? Those square units. I don't know whether it is meter, centimeter or not. So those are square units. So it is the way. So this is the way to find area of the triangle. Area of the triangle whose adjacent sides are given by vector A. Adjacent sides are given by vector A and vector B. Okay. Now, if a parallelogram aanengil, you don't have to adhigam variyana karyamilla. Ee 1 by 2 eduvakka. Okay. Fine. So, moving on to our last question of this chapter. This chapter is the last question. I mean, we are going to discuss. We will discuss the last question. This is question. We will concept. So, I am not repeating that question again. So, 10th question. Yes, we will triangle area. Now, this question is about parallelogram. And the question is, find the area of parallelogram whose adjacent sides are given by the vectors. Vector A is equal to I minus j plus 3k. I minus j plus 3k. And vector B is equal to 2i minus 7j. 2i minus 7j plus k. Okay, these are two vectors, vector A and B. They form adjacent sides. They form adjacent sides of a parallelogram. Okay, parallelogram adjacent sides form. So here, if they form the adjacent sides of a parallelogram, this parallelogram area is given by equation modulus of A cross B. Okay, just A cross B we get a vector. That is the magnitude area formed by area of this parallelogram. So this given by A cross B A ijk. Okay, ijk A cross B A cross B is equal to ijk 1 minus 1 3 2 minus 7 1. So I into minus 1 into 1 is minus 1 minus of 3 into minus 7 is minus 21. So plus 21. Minus j into row column minus 1 into row column 1 into 1 is 1. 2 into 3 is minus 6. Plus k into k row column yes, this is 7. 1 into minus 7 is minus 7. Minus 1 into 2 is minus 2. Already minus in this, so you get 2. But 21 minus 1 is 20i. Minus 5 already minus in this, so 5j. And here minus 7 plus 2 is again minus 5k. Okay, so this is my vector A cross B. So area is nothing but the magnitude of A cross B. This vector magnitude and the area. So area is given by the magnitude 20 square 400, 5 in the square 25, minus 5 in the square and again 25. So we get as root 450 square units as the area of the parallelogram having adjacent sides vector A and vector B. So this is all about our chapter vector algebra. ഇത്രയുമാണ് നമുക്ക് നമ്മുടെ ചാപ്റ്റർ വെക്ടർ ആൾജിബ്രയിനകത്തുള്ളത്. ആൻഡ് സിമ്പിൾ ചാപ്റ്ററാണ്. യു ഡോണ്ട് ഹാവ് ടു അതിൻ്റെ ഉള്ളിലോട്ടൊന്നും ഇറങ്ങി നമുക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു വെക്ടർ, ആ വെക്ടറിനെ എങ്ങനെ നമ്മൾ ഒരു ഡയറക്റ്റ് ലൈൻ സെഗ്മെൻ്റ് ആയിട്ട് നമുക്ക് അതിന് റെപ്രസെൻറ്റ് ചെയ്യാം.
ആൻഡ് ഹൗ ടു ഡിനോട്ട് എ വെക്റ്റർ. ഇപ്പോൾ വെക്റ്റർ എ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ യെസ് എ ഡിറ്റർമിൻസ് ദി യെസ് എ എന്ന് പറയുന്ന ആളെന്ന് സിഗ്നിഫൈ ചെയ്യുന്നത് ഇസ് ദി ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ബി ഇസ് ദി ടെർമിനൽ പോയിന്റ്. ആൻഡ് ഹൗ ടു ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ. ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നു. ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, സീറോ വെക്റ്റർ, യൂണിറ്റ് വെക്റ്റർ, കൊളീനിയർ, കൊയിനീഷ്യൽ, അങ്ങനത്തെ കുറേ ആൾക്കാർ പഠിച്ചു. ഫ്രീ വെക്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാവരും ഫ്രീ വെക്റ്റേഴ്സ് ആണ്. ആൻഡ് വി ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് യൂണിറ്റ് വെക്റ്റർ. ഒരു വെക്റ്റർ എ ആണെന്നുള്ള ഒരു വെക്റ്റർ ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് വെക്റ്റർ എന്ത് വരും? യൂണിറ്റ് വെക്റ്റർ എ ക്യാപ് ഈസ് ഗിവൺ ബൈ വെക്റ്റർ എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. ദെൻ വെക്റ്റർ അഡിഷൻ. എങ്ങനെ വെക്റ്റർ അഡിഷൻ ചെയ്യേണ്ടത്? റെസ്പോണ്ടിങ് ഐ ജെ കെ കമ്പോണൻസ് ആഡ് ചെയ്യുക. ആൻഡ് വെക്റ്റർ മൾട്ടിപ്ലിക്കേഷന് നമുക്ക് രണ്ട് കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഡോട്ട് പ്രൊഡക്റ്റ് ആൻഡ് ക്രോസ് പ്രൊഡക്റ്റ്. അപ്പോൾ അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തു. ആൻഡ് ദിസ് ഇസ് ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. ഓക്കെ.